അവ്യക്താദീനി ഭൂതാനി വ്യക്തമധ്യാനി ഭാരതം അവ്യക്തനിധനാന്യേവ തത്ര കാ പരിദേവന. ഇന്നലെ മുഴുവൻ ഭഗവാൻ നൈവം ശോചിതുമർഹസി തത്ര കാ പരിദേവന നത്വം ശോചിതുമർഹസി ഇങ്ങനെ വീണ്ടും വീണ്ടും ആവർത്തിച്ചു കൊണ്ടിരുന്നിരിക്കുന്നു. ഗീതയുടെ സന്ദേശങ്ങളിൽ മുഖ്യമായ ഒരു സന്ദേശമാണ് ശോചിതും ന അർഹസി. ദുഃഖിക്കാൻ തനിക്ക് അർഹതയില്ല. എല്ലാവിധത്തിലും ആനന്ദസ്വരൂപമായിട്ട് ഇരുന്നിട്ട് എന്തിനു ദുഃഖിക്കണം? സർവേശ്വരൻ പരിപൂർണമായി എല്ലാം തന്നിട്ട് എന്തിനു ദുഃഖിക്കണം എന്നാണ്. നൈവം ശോചിതും അർഹസി. ജനനീ പൃഥിവീ കാമധുഹാത്തെ ജനകോ ദേവഃ സർവദയാലുഃ മൈത്രീം ഭജത അഖില ഹൃജേത്രീം. കാഞ്ചി പരമാചാര്യർ എം.എസ്. സുബ്ബലക്ഷ്മി യുണൈറ്റഡ് നേഷൻസിൽ പാടാനായിട്ട് പോകുമ്പോൾ പരമാചാര്യരെ കണ്ടിട്ട് അവിടെ പാടാനായിട്ട് എന്തെങ്കിലും പാട്ട് എഴുതി തരണം എന്ന് പറഞ്ഞു. രണ്ടാം ലോക മഹായുദ്ധമൊക്കെ കഴിഞ്ഞിട്ടിരിക്കുന്ന കാലം. അപ്പോഴാണ് എഴുതി കൊടുത്തത് മൈത്രീം ഭജത അഖില ഹൃജേത്രീം. എല്ലാവരോടും മൈത്രീഭാവത്തോടുകൂടെ സ്നേഹത്തോടുകൂടെ പരസ്പരം വെറുപ്പൊന്നുമില്ലാതെ ദ്വേഷമൊന്നുമില്ലാതെ മറ്റുള്ളവരുടെ സമ്പത്തിൽ ആശിക്കാതെ കിട്ടുന്നത് കൊണ്ട് തൃപ്തിയോടുകൂടെ ലോകത്തിനുള്ള ഭാരതത്തിൻ്റെ ഒരു സന്ദേശമായിരുന്നു ആ പാട്ട്. മൈത്രിയും ഭജത, എല്ലാവരും മൈത്രീഭാവത്തോടെ ഇരിക്കുകയാണ്. അഖില ഹൃജേത്രീം, അത് എല്ലാവരുടെ ഹൃദയത്തിനെയും ജയിക്കുന്നതാണ്. സന്തോഷമായിട്ട് ലോകത്തിൽ ജീവിക്കാൻ വേണ്ടതൊക്കെ ഉണ്ട്. എന്താ അതിൻ്റെ മെസ്സേജ്, സന്ദേശം എന്ന് വെച്ചാൽ ജനനീ പൃഥിവി കാമദുഹാത്തെ, ഈ അമ്മയാകുന്ന ഈ ഭൂമി എന്തൊക്കെ വേണോ അതൊക്കെ തനിക്ക് തരുന്നുണ്ട്. ജനകോദേവഃ സർവദയാലുഃ, ഭഗവാൻ സർവേശ്വരൻ അച്ഛനായിട്ട് എല്ലാം തരുന്നുണ്ട്. ഇങ്ങനെ ആ പാട്ടിൻ്റെ വരികൾ വരും. ആരുടെയും സ്വത്തിൽ ആഗ്രഹിക്കരുത്, കിട്ടുന്നത് കൊണ്ട് സന്തോഷമായിരിക്കുക, ഇങ്ങനെ പറഞ്ഞു വന്ന് ശ്രേയോ ഭൂയാത് സകല ജനാനാം, അതാണ് ലാസ്റ്റ് ലൈൻ. എല്ലാവർക്കും ശ്രേയസ് ഉണ്ടാവട്ടെ, എല്ലാവർക്കും മംഗളം ഉണ്ടാവട്ടെ, ലോകത്തിലുള്ളവരൊക്കെ സൗഖ്യമായിട്ടിരിക്കട്ടെ, സുഖമായിട്ടിരിക്കട്ടെ. ശ്രേയോ ഭൂയാത് സകല ജനാനാം, ഇന്നവരൊന്നൊന്നുമില്ല, ഹിന്ദുക്കൾ മാത്രം എന്നല്ല, സകലരും, ഇന്ത്യയിലുള്ളവർ മാത്രമല്ല, ലോകത്തിലുള്ള സകല മനുഷ്യരെന്ന് മാത്രമല്ല, പ്രാണികള്, ജന്തുക്കള്, സകല ജീവികളും സൗഖ്യമായിട്ടിരിക്കട്ടെ എന്നാണ്. 2 കാലിൽ നടക്കുന്നവരും 4 കാലിൽ നടക്കുന്നവരും ഒക്കെ സൗഖ്യമായിട്ടിരിക്കട്ടെ. ദ്വിപദഃ ചതുഷ്പദഃ, എല്ലാവർക്കും ശാന്തി ഉണ്ടാവട്ടെ എന്നാണ്. എല്ലാവരും സൗഖ്യമായിട്ടിരിക്കട്ടെ. അപ്പം എല്ലാം നമുക്ക് അനുഗ്രഹിച്ച് തന്നിരിക്കണു ഭഗവാൻ. പിന്നെ എന്തിന് ശണ്ട കൂടി വെറുതെ ഈ ലോകത്തിനെ മനുഷ്യൻ വൃത്തികേടാക്കണു? ഭഗവാൻ തന്നതിനെ വെച്ചുകൊണ്ട് സൗഖ്യമായിട്ടിരിക്കുകയാണെങ്കിൽ ഇവിടെ ദ്വേഷത്തിനോ ശണ്ടയ്ക്കോ ഒന്നും കാരണമേ ഇല്ല. നൈവം ശോചിതും അർഹസി. എല്ലാ ദുഃഖത്തിനും കാരണം രാഗം, ദ്വേഷം, മറ്റുള്ളവൻ്റെ തനിക്ക് വേണം എന്നുള്ള ആഗ്രഹം, അല്ലെങ്കിൽ തൻ്റെ കയ്യിലുള്ളത് എല്ലാ കാലത്തും തൻ്റെ കയ്യിൽ നിൽക്കണം എന്നുള്ള ആഗ്രഹം, മൊത്തത്തിൽ അഹങ്കാരം. അതങ്ങോട്ട് കളഞ്ഞാൽ ദുഃഖം അതോടെ പോയി എന്നാണ്. അവരാണ് ധന്യന്മാർ. അറിയേണ്ടത് അറിഞ്ഞവർ ധന്യന്മാർ. അഹങ്കാരം എങ്ങനെ കളയാൻ പറ്റും? അത്ര എളുപ്പത്തിൽ എടുത്ത് കളയാൻ പറ്റുമോ? ഉള്ളതാണെങ്കിൽ കളയാം, ഇല്ലാത്തതിനെ എങ്ങനെ കളയും? അത് ഇല്ലാത്തൊരു സാധനമാണ്, അത് ഉണ്ട് എന്ന് ഭാവന ചെയ്ത് ഉറപ്പിച്ചിരിക്കുക. അപ്പൊ എങ്ങനെ കളയും? വെറും ഇമാജിനേഷനാണത്. അപ്പൊ ആ അഹങ്കാരത്തിനെ അറിവ് കൊണ്ടേ കളയാൻ പറ്റുള്ളൂ. അജ്ഞാനം കൊണ്ട് ഏർപ്പെട്ടിരിക്കുന്ന ശോകത്തിന് ജ്ഞാനമല്ലാതെ വേറെ എന്ത് മരുന്ന്? അജ്ഞാനം കൊണ്ട് ഏർപ്പെട്ടിരിക്കുന്ന അഹങ്കാരത്തിന് അറിവ് അല്ലാതെ വേറെ ഒരു മരുന്നില്ല. അറിവ് കൊണ്ട് ഈ അഹങ്കാരമാവുന്ന രോഗം
ശോകം മാറ്റണം ഉള്ളെന്ന്. വ്യാധിയെ മാറ്റണം. ഇവിടെ നാച്ചുറോപ്പതിയോ അലോപ്പതിയോ ഹോമിയോപ്പതിയോ ഒന്നും പ്രയോജനപ്പെടില്ല. ഇവിടെ ജഗത്പതി ഒരാളേ ഉള്ളൂ. ഹൃദയത്തില് ആത്മതത്വം അറിയണം എന്നാണ്. വേറെ വഴിയൊന്നുമില്ല ശോകം നീങ്ങാനായിട്ട്. അതറിഞ്ഞിട്ട് ഭഗവാൻ അതാണ് പറയുന്നത്, അർജുന അറിയേണ്ടത് അറിഞ്ഞിട്ട് ശോകത്തിനെ നീക്കുക, ദുഃഖത്തിനെ നീക്കുക. നൈവം ശോചിത്തും അർഹസി. ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കരുത്. കരച്ചൽ കൊണ്ട് ഇതുവരെ ലോകത്തിലുള്ള ഒരു ദുഃഖവും പരിഹരിക്കപ്പെട്ടിട്ടില്ല അല്ലേ? മഴയേ ഇല്ല, വെള്ളം കിട്ടാതെ ഇരുന്നപ്പോൾ ആളുകളൊക്കെ ശണ്ട കൂടി ദേഷ്യപ്പെട്ട് സർക്കാർ ഓഫീസിൻ്റെ മുമ്പിൽ പോയി കുത്തിയിരുന്നു ലഹള കൂട്ടി. മഴ ഒരുപാട് പെയ്തപ്പോൾ അപ്പോഴും പോയി ലഹള കൂട്ടുന്നു. അവരെന്ത് ചെയ്യും? അപരിഹാര്യ അർത്ഥേ നത്വം ശോചിത്തും. പരിഹാരം നമ്മളുടെ കയ്യിലില്ല. പരിഹാരം ഒരിക്കലും ശോകമല്ല. കരഞ്ഞതുകൊണ്ടോ ബഹളം കൂട്ടിയത് കൊണ്ടോ പരിഹാരം ആവില്ല. നൈവം ശോചിത്തും അർഹസി. മരണം ഭഗവാൻ അത് പറഞ്ഞു ഇന്നലെ. ജനിക്കണതിനൊക്കെ മരണമുണ്ട്, മരിക്കണത് പിന്നെയും ജനിക്കും. ആ വിധത്തിൽ നോക്കിയാലും ദുഃഖിച്ചിട്ടൊന്നും അർത്ഥമില്ല. ആത്മാവിൻ്റെ യഥാർത്ഥ സ്വരൂപം ചിന്തിച്ചു നോക്കിയാൽ ജനന മരണ ശൂന്യമാണത്. അത് അമൃതമാണ് അതിൻ്റെ സ്വരൂപം. അങ്ങനെ ചിന്തിക്കുമ്പോൾ ദുഃഖത്തിന് അർത്ഥമേ ഇല്ല. ഇനിയിപ്പോൾ സാധാരണ തലത്തിൽ വന്ന് ശരീരം എന്ന് ചിന്തിച്ചാലും ജനിക്കുക മരിക്കുക എന്നൊരു ചക്രം, അതിനാണല്ലോ നമ്മൾ സംസാര ചക്രം എന്ന് പറയണത്. പുനരപി ജനനം പുനരപി മരണം പുനരപി ജനനീ ജഠരേ ശയനം. ഇഹ സംസാരേ ബഹുദുസ്താരേ കൃപയാ പാരേ പാഹി മുരാരേ. പുനരപി ജനനം പുനരപി മരണം. ഈ സർക്കസിലുള്ള ജൈൻറ്റ് വീൽ പോലെ അതിൽ കയറി ചുറ്റണം. എന്തിനാ കയറി ചുറ്റണത് അല്ലേ? ആഗ്രഹിച്ച് നമ്മളായിട്ട് ടിക്കറ്റ് എടുക്കും. കയറണം എന്ന് പറഞ്ഞ് പൈസ കൊടുത്ത് ടിക്കറ്റ് വാങ്ങിച്ച് അതിൽ കയറി ഒരു ചുറ്റ് കഴിയുമ്പോഴാണ് അബദ്ധം മനസ്സിലാവുന്നത്, വേണ്ടി കിടന്നില്ല എന്ന്. അത് മേലെ കൊണ്ടുപോയിട്ട് എടുത്തിട്ട് തലകീഴായിട്ടൊന്ന് മറിക്കുമ്പോൾ വേണ്ടി കിടന്നില്ല എന്ന്. പിന്നെന്ത് ചെയ്യും? ആ ചുറ്റണത് ചുറ്റി നിർത്തി അയാളായിട്ട് ഇറക്കി വിട്ടാലേ ഇറങ്ങാൻ പറ്റുള്ളൂ. അതിൻ്റെ ഇടയിൽ കിടന്ന് ചുറ്റാം. പുനരപി ജനനം പുനരപി മരണം പുനരപി ജനനീ ജഠരേ ശയനം. മരണം എന്നുള്ള നിശ്ചയം മുമ്പിൽ കാണുന്നുണ്ട്. ഓരോ ദിവസം കഴിയും തോറും ആ ഒരു റിയാലിറ്റി, ഫാക്ച്വാലിറ്റി, വാസ്തവികമായ ഒരു അനുഭവം നമ്മളുടെ മുമ്പിൽ നിൽക്കണുണ്ട്. ആർക്കും ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു കാര്യം അത് മുമ്പിൽ നിൽക്കണു, മരണം. അതിന് ഒരിക്കലും ആരും ഒരു പ്രതിവിധിയും കണ്ടെത്താൻ പോണില്ല, അത് മുമ്പിൽ നിൽക്കണു. ഓരോ ദിവസം കഴിയുമ്പോഴും പോയിക്കൊണ്ടിരിക്കണമെന്നാണ്. ആയുർനശ്യതി പശ്യതാം പ്രതിദിനം യാതിക്ഷയം യൗവനം പ്രത്യായാന്തികതാ പുനർന ദിവസാഃ കാലോ ജഗദ്ഭക്ഷകഃ ലക്ഷ്മീ തോയതരംഗഭംഗചപലാ വിദ്യുച്ഛലം ജീവിതം തസ്മാൻ മാം കരുണാകര കരുണയാ ത്വം രക്ഷ രക്ഷാധുനാ. ഓരോ ദിവസം കഴിയുമ്പോഴും ഓട്ടക്കുടത്തിൽ നിന്നും വെള്ളം പോണ പോലെ, ഭിന്നഘടാതിവാംഭ, ഓട്ടക്കുടത്തിൽ വെള്ളം പോണ പോലെ ആയുർ നശ്യതി പശ്യതാം പ്രതിദിനം. ഓരോ പിറന്നാൾ കഴിയുമ്പോഴും അല്ലെങ്കിൽ ഓരോ ദിവസം കലണ്ടറിൽ ഡേറ്റ് ചീന്തി കളയുമ്പോഴും ഒരു ദിവസം പോയി. യാതിക്ഷയം യൗവനം, യൗവനം കുറഞ്ഞുകൊണ്ടേയിരിക്കണം. കഴിഞ്ഞുപോയ ഒരൊറ്റ ദിവസം തിരിച്ചു വരാൻ പോണില്ല. സാധാരണ തലത്തിൽ നിന്നാണ് ചിന്തിക്കുന്നത്. ശരീരത്തിൻ്റെ തലത്തിൽ നിന്ന് ചിന്തിക്കുമ്പോൾ ഇതൊക്കെ ഒഴിച്ചുകൂടാൻ പറ്റാത്തതാണ്, ആർക്കും നിഷേധിക്കാൻ കഴിയാത്ത ഒരു സത്യം. ഓരോ ദിവസം കഴിയുമ്പോഴും യൗവനം പോയിക്കൊണ്ടേയിരിക്കുന്നു. യാതിക്ഷയം യൗവനം പ്രത്യായാന്തി ഗതാഹ പുനർന ദിവസാഹ. പോയി കഴിഞ്ഞ ദിവസങ്ങളൊന്നും തിരിച്ചു വരില്ല. കാലോ ജഗത് ഭക്ഷക, കാലം ജഗത്തിനെ ഭക്ഷിച്ചുകൊണ്ടിരിക്കണമെന്നാണ്, വിഴുങ്ങിക്കൊണ്ടിരിക്കണു. കാലോ ജഗത് ഭക്ഷക
ലക്ഷ്മി പണമാവട്ടെ തോയ തരംഗ ഭംഗ ചപല, ഒരു കുളത്തില് കുമള ഇങ്ങനെ പൊന്തിടും, കുറച്ചു നേരം നിൽക്കും, എന്നിട്ട് പൊട്ടിപ്പോവും. അതുപോലെ പണം കുറച്ചു നേരത്തേക്ക് പണമായി, ദരിദ്രനായിരിക്കുന്ന ആൾ പണക്കാരനാവണം, പണക്കാരൻ പിന്നെയും ദരിദ്രനാവണം. ഇതിങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കണം. തോയ തരംഗ ഭംഗ ചപല. ആയുസോ വിദ്യുച്ഛലം ജീവിതം. ആലോചിച്ച് നോക്കിയാൽ അറിയാം അല്ലേ? നഴ്സറി സ്കൂളിൽ ചേരുന്നു, കുറച്ച് ദിവസം കഴിയുമ്പോഴേക്കും കല്യാണം ആവണു, കുട്ടികളാവണു, പേരക്കുട്ടിയും കൊണ്ട് നടക്കണു. കുറച്ച് കഴിയും വിദ്യുച്ഛലം ജീവിതം, മരണത്തിന്റെ വക്കിലെത്തി നിൽക്കണു, ഇടിമിന്നൽ പോലെ കഴിഞ്ഞു പോകണമെന്നാണ്. തസ്മാത്ത്, അതുകൊണ്ട് ഹേ കരുണാനിധേ, ഭഗവാനെ കൃപാനിധേ. ആചാര്യസ്വാമികൾ ശ്രീ പരമേശ്വരനെ ഗുരുസ്വരൂപമായിട്ടാണ് സ്തുതിക്കുന്നത്. എന്താന്ന് വെച്ചാൽ സംസാരത്തിൽ നിന്ന് കരകയറ്റാൻ ഈശ്വരനെ കൊണ്ട് സാധ്യമല്ല, ഗുരുവിനെ കൊണ്ടേ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഈശ്വരൻ പോലും ഗുരുവായിട്ടേ വരുള്ളൂ. ഈശ്വരന് അനുഗ്രഹം, തിരോധാന ശക്തിയാണ് ഈശ്വരൻ്റെ. അനുഗ്രഹശക്തി സദാശിവന്റെ ആണ്. ലളിതാ സഹസ്രനാമത്തിൽ നിങ്ങൾ കേട്ട് ചൊല്ലുണ്ടാവും, സൃഷ്ടികർत्री ബ്രഹ്മരൂപ, ഗോപ്ത്രീ ഗോവിന്ദരൂപിണി, സംഹാരിണി രുദ്രരൂപ, തിരോധാനകരി ഈശ്വരി, സദാശിവ അനുഗ്രഹത, പഞ്ചകൃത്യപരായണ. ഈശ്വരന്റെ പഞ്ചകൃത്യത്തില് അനുഗ്രഹം, അതായത് സംസാരമോചനം. ആളുകൾ ഇതൊക്കെ കേട്ടാൽ തന്നെ പഠിക്കും. ഇന്നലെ കല്യാണം കഴിഞ്ഞിട്ടുള്ളൂ, അപ്പോഴേക്കും സംസാരമോചനം എന്ന് പറഞ്ഞാൽ എത്ര കിടക്കണമെന്നാണ്. ദുഃഖത്തിലെ ആളുകൾക്ക് ഇഷ്ടമാണ്. സംസാരമോചനം എന്ന് വെച്ചാൽ സന്യാസം എന്നല്ല അർത്ഥം, ദുഃഖം മാറിക്കിട്ടുക എന്നർത്ഥം, ദുഃഖിക്കാതിരിക്കുക എന്നർത്ഥം. അതെല്ലാവർക്കും ഇഷ്ടമുള്ള കാര്യമല്ലേ? ദുഃഖിക്കാതിരിക്കുക, ശോകം ഇല്ലാതിരിക്കുക. അത് ഗുരുവിനെ കൊണ്ട്. അതുകൊണ്ടാണ് കൃഷ്ണൻ അർജുനന്റെ മുമ്പിൽ ഗുരുവായിട്ട് തീർന്നു. ശിഷ്യസ്തേഹം ഷാധിമാം ത്വാം പ്രപന്നം എന്ന് പറഞ്ഞപ്പോഴാണ് ഭഗവാൻ ഉപദേശിച്ചത്. അതുവരെ ഉപദേശിച്ചില്ല. അതുവരെ അർജുനൻ വേറെ എന്തൊക്കെ ചോദിച്ചു അതൊക്കെ കൊടുത്തു. സാരഥിയായിട്ട് വരണം എന്ന് പറഞ്ഞപ്പോൾ ഭഗവാൻ സാരഥിയായിട്ട് വന്നു. സുഭദ്രയെ കല്യാണം കഴിച്ചു തരാൻ പറഞ്ഞപ്പോൾ കൊണ്ടുപോയിക്കോളൂ എന്ന് പറഞ്ഞു, ഏർപ്പാടാക്കി കൊടുത്തു. വേറെ എന്തൊക്കെ വേണോ അർജുനനൊക്കെ ചെയ്തു കൊടുത്തു. പക്ഷെ ഈ ഒരു കാര്യം മാത്രം ഇത്ര ദിവസം മിണ്ടിയില്ല. പക്ഷെ അവസാനം ഒരു മുഖ്യമായ ഘട്ടത്തിൽ എപ്പോഴാണോ വേണ്ടി വന്നത് അപ്പൊ കരഞ്ഞു, ഭഗവാനെ ഞാൻ അങ്ങയുടെ ശിഷ്യനാണ് എന്ന് പറഞ്ഞപ്പോ ആത്മതത്വം ഉപദേശിച്ചു. ആത്മതത്വം നല്ലവണ്ണം തെളിയണമെങ്കിൽ ശരീരത്തിനോട് വൈരാഗ്യം വരണം. അതായത് ശരീരം നമ്മളെ വല്ലാതെ പിടിച്ചിരിക്കുകയാണ്. അതിൻ്റെ സ്കോർപ്പിയോണിക് ഗ്രിപ്പ്, ഒരു എന്താ പറയുക, തേള് പിടിക്കണ പോലെ നമ്മളെ പിടിച്ചിരിക്കുകയാണ്. അതിൻ്റെ ഭയങ്കരമായ പിടിവുണ്ട്. ആ പിടിയുള്ളത്തോളം ആത്മാന്നൊന്നും പറഞ്ഞാൽ ഒന്നും പിടികിട്ടില്ല. ആത്മാ ബ്രഹ്മം എന്നൊക്കെ വെറുതെ വാക്ക് പറയാം എന്നല്ലാതെ ഒന്നും പിടികിട്ടില്ല. അപ്പം ആദ്യം ഈ ശരീരത്തിൻ്റെ പിടി അല്പം ഒന്ന് അയഞ്ഞു കിട്ടണമെങ്കിൽ ഈ ശരീരം നശ്വരമാണ് എന്നൊന്ന് അറിയണം. അല്ലെങ്കിൽ അത് തന്നെ സുഖം. അതിന് വേണ്ടതൊക്കെ പോഷിപ്പിക്കല്, ആഹാരം കൊടുക്കല്, ടോണിക്ക് കൊടുക്കല്, സുഖമായിട്ട് ചവനപ്രാശമൊക്കെ കഴിച്ച് വ്യാധി വരണവരെ നോക്കും. വ്യാധി വരുമ്പോൾ അയ്യോ ഇങ്ങനെ ആയല്ലോ. പട്ടണത്ത് അവർ പറയുന്നുണ്ട്, ഒരു പാട്ടില് ഒരു വലിയ ചെട്ടിയാരുടെ വീട്ടിൽ ഭിക്ഷ എടുക്കാൻ പോയി അത്രേ. ഭിക്ഷ എടുക്കാൻ പോകുമ്പോൾ ചെട്ടിയാർക്ക് നല്ല വലിയ ശരീരം, വലിയ കൊടവയറും ഉണ്ട്. അപ്പൊ ഈ സ്വാമി ഭിക്ഷ എടുക്കാൻ വന്നപ്പോൾ രണ്ടുപേര് രണ്ടു വശത്ത് നിന്ന് കൊടവയറിൽ തൈലമിട്ട് ഇങ്ങനെ ഒഴിയാണ്. അപ്പൊ ഈ ഭിക്ഷക്കാരൻ മുമ്പിൽ വന്ന് നിൽക്കുമ്പോൾ ചെട്ടിയാർ കളിയാക്കി ചിരിച്ചു. ഇദ്ദേഹം മെലിഞ്ഞിട്ട് ഒട്ടിയ വയറോടുകൂടെ എല്ലൊക്കെ കാണുന്നുണ്ട്, കൗപീനമാത്രധാരിയായിട്ട് വന്ന് നിൽക്കുന്ന സാധുവിനെ കണ്ടപ്പോൾ ചെട്ടിയാർ ചിരിച്ചു. തൻ്റെ കൊടവയറിൽ ഒന്നുകൂടെ അങ്ങോട്ട് ഒന്ന് തടവിയത്രേ. അപ്പോൾ പട്ടണത്താർ പറഞ്ഞു, ചെട്ടിയാർ തൊപ്പൈ തനതെന്റിറുക്ക് നായും നരിയും തനതെന്റിറുക്ക്. ഈ ചെട്ടിയാർ, തൊപ്പ എന്ന് വെച്ചാൽ കൊടവയറ്, ഈ ചെട്ടിയാർ തൻ്റെ തൊപ്പ കൊടവയറ് തൻ്റേതാണെന്ന് വിചാരിച്ചിട്ട് സുഖിപ്പിച്ചുകൊണ്ട് എണ്ണ ഒഴിഞ്ഞുകൊണ്ടിരിക്കണു. ഇതിൻ്റെ സ്വന്തക്കാർ കുറേ പേരുണ്ട്. ആരാന്ന് വെച്ചാൽ നായ, നരി, കഴുകൻ, ഇതൊക്കെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വന്ന് എത്തി നോക്കിയിട്ട് പോണു. അത്ര എപ്പോഴാപ്പാ ഇയാൾ പടം പെടാൻ പോണത്? നമുക്ക് നല്ല ആഹാരം തയ്യാറായിക്കൊണ്ടിരിക്കണം.
ഇടയ്ക്കിടയ്ക്ക് നോക്കിയിട്ട് പോകണമെന്നാണ്. അപ്പൊ ഈ ശരീരം നശ്വരമാണ്, അല്ലാതെ ശരീരത്തിൽ ആഹാരം കഴിക്കാതിരിക്കാൻ വേണ്ടിയിട്ടോ പഷ്ണിയിടാൻ വേണ്ടിയിട്ടോ അല്ല. അതിൻ്റെ പിടി ഒന്നയഞ്ഞാൽ ഒരു സുഖം കിട്ടും, നമുക്ക് ആന്തരികമായ സുഖം കിട്ടും. അല്ലെങ്കിൽ ശരീരത്തിൻ്റെ പ്ലെയിൻ വിട്ട് നമ്മൾ ഉള്ളിലേക്ക് പോവുകയില്ല. ദേഹത്തിൻ്റെ പ്ലെയിൻ വിട്ട് കുറച്ച് ഉള്ളിലേക്ക് പോകണമെങ്കിൽ, ദേഹം ഞാനല്ല എന്നറിയണമെങ്കിൽ ദേഹത്തിൻ്റെ നശ്വരത അറിയണം. അത് നശിച്ചു പോകും, നമ്മളെ കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നറിയണം. മാത്രമല്ല ശാരീരികമായ സുഖം വളരെ ലിമിറ്റഡ് ആണ്. ആ സുഖം ഉണ്ട് ഇല്ല എന്നല്ല, പക്ഷേ ഒരു ലിമിറ്റിന് മേലെ ശരീരത്തിൻ്റെ തലത്തിൽ സുഖം കിട്ടില്ല എന്നും അറിയണം. അത് എന്നെങ്കിലും ഒരു ദിവസം നശിച്ചു പോകും. ശാശ്വതമായി ഈ ശരീരത്തിനെ വെച്ചുകൊണ്ട് ആർക്കും സുഖിക്കാൻ പറ്റില്ല. അതാണ് ബുദ്ധൻ പറഞ്ഞത്. ബുദ്ധനോട് ചോദിച്ചു, എന്തിനാ ഈ രാജകൊട്ടാരമൊക്കെ ഉപേക്ഷിച്ചത് ചോദിച്ചപ്പോൾ ബുദ്ധൻ പറഞ്ഞു, യതി ജന്മ ജരാ മരണം ന ഭവേത്, യതി ച ഇഷ്ടവിയോഗ ഭയം ന ഭവേത്, യതി സർവം അനിത്യമിതം ന ഭവേത്, ഇഹ ജന്മനി കസ്യ രതിർന ഭവേത്. ഈ ശരീരം ജനിക്കാതെയും മരിക്കാതെയും വാർദ്ധക്യം വരാതെയും അതിന് സദാ സൗഖ്യമായിട്ടും ഇരിക്കുമെങ്കിൽ ഞാൻ സുഖമായിട്ട് അരമനയിൽ തന്നെ ഇരിക്കുമായിരുന്നു. പക്ഷെ അങ്ങനെയല്ലല്ലോ കണ്ടത്. ഇതിന് ജന്മ ജരാ മരണം, ഇഷ്ടവിയോഗ ഭയം. നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടവർ, നമ്മളുടെ ശരീരം മാത്രമല്ല, നമ്മൾ ആരുടെ അടുത്ത് വളരെ ഇഷ്ടപ്പെട്ടു, അതാണോ കൂടുതൽ വേദന. നമ്മളുടെ ശരീരം പോയാൽ പോട്ടെ, നമ്മളുടെ ഇഷ്ടപ്പെട്ടവർ പോയി, അവർ നമ്മളെ വിട്ടിട്ട് പോയി, ആലോചിക്കുമ്പോൾ പേടി. വിട്ടിട്ട് പോകും എന്ന് ആലോചിക്കുമ്പോഴേ പേടി. യതിച്ച ഇഷ്ടവയോ വിയോഗ ഭയം ന ഭവേത്, യതി സർവമനിത്യമിതം ന ഭവേത്. ഇവിടെ കാണുന്നത് മുഴുവൻ അനിത്യം. അതുകൊണ്ട് എനിക്കിവിടെ രതിയില്ല, ഈ ലോകത്തിൽ ഒരു സുഖം തോന്നണില്ല എന്ന് അനാസക്തി വന്നുപോയി. വൈരാഗ്യം ഉണ്ടായിപ്പോയി. വൈരാഗ്യം ഉണ്ടായപ്പോൾ എന്താ, ശാശ്വതമായിട്ട് വല്ലതും ഉണ്ടോ എന്ന് അന്വേഷിച്ചു. ഇതൊക്കെ നമ്മളിപ്പോൾ കാണുന്നതൊക്കെ അശാശ്വതമാണെന്ന് അറിഞ്ഞു. അപ്പൊ ശാശ്വതമായിട്ട് പിന്നെ എന്താ ഉള്ളത്? ഭഗവാൻ ഇപ്പൊ ആ പ്ലെയിനിലാണ്. ആദ്യം ശാശ്വത വസ്തുവിനെയാണോ ബോധിപ്പിച്ചത്? ആത്മാ ജനന മരണ ശൂന്യമായി ഏകരൂപമായി നിത്യ സർവഗത സ്ഥാണുഹു അചലോയം സനാതന. നിത്യവും സർവഗതവും സ്ഥാണുവും അചലവും സനാതനവുമായ തത്വത്തിനെ ആദ്യം ബോധിപ്പിച്ചു. എന്നിട്ട് അനിത്യവും പരിച്ഛിന്നവും ഉറപ്പില്ലാത്തതും സനാതനമല്ലാത്തതും നശിച്ചു പോണതുമായ ദേഹത്തിൻ്റെ കാര്യമാണ് ഭഗവാൻ ഇവിടെ പറയണത്. ജാതസ്യഹി ധ്രുവോ മൃത്യു. അത് ജനിച്ചിട്ടുണ്ടല്ലോ, ഓരോ ക്ഷണവും മാറിക്കൊണ്ടേയിരിക്കണു, നശിക്കും. എത്ര തന്നെ സുഖിപ്പിച്ചാലും ഒരു ലിമിറ്റിന് മേലെ അതിന് സുഖം കിട്ടില്ല. അത് എന്നെങ്കിലുമൊക്കെ കൈവിട്ടു പോകുന്ന സാധനം. അപ്പോ തസ്മാത് അപരിഹാരിയെ അർത്ഥേ നൈവം ശോചിതുമർഹസി. ഈ ശരീരത്തിൻ്റെ കാര്യത്തിൽ ദുഃഖിച്ചിട്ട് കാര്യമേ ഇല്ല. അവനവൻ്റെ ശരീരത്തിനെ കുറിച്ചോ മറ്റുള്ളവരുടെ ശരീരത്തിനെ കുറിച്ചോ ആലോചിച്ച് വിഷമിക്കണ്ട, ദുഃഖിക്കണ്ട എന്ന്. ഈ ക്രിസ്ത്യൻ മിസ്റ്റിക്സ് അവരിൽ ഫ്രാൻസിസ് അസിസി, അദ്ദേഹം ഏകദേശം നമ്മളുടെ ഭാരതീയ സാധുക്കളെ പോലെയായിരുന്നു. വളരെ ശരീരത്തിനെ തുച്ഛമാക്കി തള്ളിയിട്ടുള്ളത്. അദ്ദേഹം ശരീരത്തിന് എന്ത് പേരാ വെച്ചിരുന്നതെന്ന് വെച്ചാൽ ബ്രദർ ഡോങ്കി എന്നാണ്. എന്നുവെച്ചാൽ പണിയെടുക്കാൻ വേണ്ടിയുള്ള കഴുത എന്നാണ്. അതിനെക്കൊണ്ട് മാക്സിമം പണിയെടുപ്പിക്കാം, ബ്രദർ ഡോങ്കി. പക്ഷെ സ്നേഹവും ഉണ്ട്, അതിനോട് വെറുപ്പല്ല, അതുകൊണ്ടാണ് ബ്രദർ എന്ന് വിളിച്ചത്, ബ്രദർ ഡോങ്കി. അതിനെ സഹോദരനായ കഴുത. ആ കഴുത പണിയെടുക്കാനുള്ളതാണ്, ജോലിയെടുക്കാനും ഇവിടെ പ്രാരബ്ധം അനുഭവിക്കാൻ വന്നിരിക്കുന്ന മാംസപിണ്ഡമാണത്. അത് പ്രാരബ്ധം അനുഭവിച്ചു കഴിഞ്ഞാൽ എവിടെയെങ്കിലും ഒരിടത്ത് പതിച്ചിടുന്നു. ദേഹവും ഒരിടത്ത്, ദേഹം ഒരിടത്ത് പതിക്കുന്നു. അതിൻ്റെ പ്രാരബ്ധം കഴിഞ്ഞാൽ വീഴും. പ്രാരബ്ധ ശരീരമാണത്. അപ്പോ അതിൽ ദുഃഖിക്കണ്ടാം. പിന്നെയോ അവ്യക്ത ആദീനി ഭൂതാനി. ഈ ശരീരം ജനിക്കുന്നതിന് മുമ്പ് ഒരു അവ്യക്തത, വ്യക്തമധ്യാനി. ഇപ്പൊ ജീവിച്ചിരിക്കുന്ന കാലത്ത്
ഒരു രൂപം, ഒരു നാമം ഒക്കെ ആയിട്ട് ഒരാളായിട്ട് നടക്കണം. അവ്യക്ത നിധനാന്യേവ, മരിച്ചു കഴിഞ്ഞാലോ എവിടെ പോയി എന്നറിയില്ല. അപ്പൊ മുമ്പിലും അറിയില്ല, പിൻപിലും അറിയില്ല, നടുവിൽ വ്യക്തമായിട്ട് കാണപ്പെടുന്ന ഒരു സ്ഥിതി. തത്ര കാ പരിദേവന. ഈ വിഷയത്തിൽ എന്തിനാ ദുഃഖം? ഈ വിഷയത്തിൽ എന്തിനാ കരയണത്? അങ്ങോട്ടും അവ്യക്തം, ഇങ്ങോട്ടും അവ്യക്തം, മധ്യേ ഇങ്ങനെ കാണുന്ന നേരത്ത് മത്സരിക്കുന്നതെന്തിനു വൃഥാനാം. മധ്യത്തിൽ കാണുന്നു കുറച്ച് നേരത്തേക്ക്, അത്രയേ ഉള്ളൂ. അപ്പോ അത് നമ്മളുടെ കയ്യിലില്ലാത്തതാണ്. മരണത്തിന് ശേഷവും അത് അവ്യക്തമായിട്ട് പോകും. അപ്പൊ നടുവിലും ഇതുകൊണ്ട് എന്താ ഉദ്ദേശിക്കണതെന്ന് വെച്ചാൽ, ആദിയിലും അവ്യക്തം, അവസാനവും അവ്യക്തം, നടുവിൽ തോന്നുന്നുണ്ടെങ്കിൽ അത് വാസ്തവത്തിൽ ഇല്ലാത്തതാണ് എന്നുള്ള തത്വമാണ് ഭഗവാൻ ബോധിപ്പിക്കുന്നത്. ആദൗ അന്തേ ചയത് നാസ്തി വർത്തമാനേപി തത് തഥാ. ഇതൊരു നിയമമാണ്. ആദിയിലും അന്തത്തിലും യാതൊന്നില്ലയോ അത് വർത്തമാനത്തിൽ ഉള്ള പോലെ തോന്നിയാലും വാസ്തവത്തിൽ ഇല്ലാത്തതാണെന്ന് അറിഞ്ഞോളുക. ഈ ശരീരം ഇല്ലാത്തതാണെന്ന് അറിഞ്ഞോളുക. ഇത് യുക്തി ചിന്തയല്ല, ഇത് ഫാക്ച്വൽ സ്റ്റേറ്റ്മെന്റ്. യുക്തി ചിന്തയല്ല. ഇല്ലാത്തതാണെന്ന് വെച്ചാൽ അത് ദുഃഖിക്കുന്നുണ്ടല്ലോ, എന്നെ പിച്ചിയാൽ എനിക്ക് വേദനിക്കുന്നുണ്ടല്ലോ എന്ന് വെച്ചാൽ വേദനയും അതുപോലെ തന്നെ സ്വപ്നത്തിലും പിച്ചിയാൽ സ്വപ്നത്തിൽ വേദനിക്കും, സ്വപ്നത്തിൽ ഊണ് കഴിച്ചില്ലെങ്കിൽ വിശക്കും, രാവിലെ എഴുന്നേറ്റുമ്പോൾ ഏമ്പക്കം വിടും. സുഖമായിട്ട് കഴിച്ചിട്ടാണ് കിടന്നിരിക്കണതേ. അപ്പോൾ വേദന അനുഭവിക്കില്ല എന്നോ വിഷമം ഇല്ല എന്നോ അല്ല, ഒക്കെ ഉണ്ടായാലും തൽക്കാലത്തേക്ക് മാത്രം. ഇതൊക്കെ വന്നിട്ട് പോകും. ഇത് വാസ്തവമല്ല. അതുകൊണ്ട് ആ കാര്യത്തിൽ എന്തിനു ദുഃഖിക്കണു അർജുന? അതിലെന്തിനു കരയണു? സിനിമ കണ്ടിട്ട് കരയണ പോലെ തന്നെ. സിനിമ കാണാൻ പോയി സിനിമയിലുണ്ടായ ദുഃഖം ആലോചിച്ച് കരയും. രാമകൃഷ്ണ പരമഹംസർ ഒരു കഥ പറയും. ഒരു ജ്ഞാനിയായ ഒരു കൂലിപ്പണിക്കാരനെ കുറിച്ച് പറയും. അദ്ദേഹം ഒരു ദിവസം ഇങ്ങനെ ഉറങ്ങിക്കിടക്കുമ്പോൾ ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽപ്പിച്ചു അദ്ദേഹത്തിനെ. എന്നിട്ട് പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ ഒരു മകൻ മരിച്ചുപോയി എന്ന് പറഞ്ഞു അത്രയും. അപ്പൊ ആ കൂലിപ്പണിക്കാരൻ ചോദിക്കുകയാണ്, കരയാതെ മിണ്ടാതെ ഇരുന്നു, ഒരു ഉദാസീന ഭാവത്തിലിരുന്നു. അപ്പൊ അദ്ദേഹത്തിനോട് ചോദിച്ചു, എന്താ ഒരു വിഷമവും ഇല്ലാതിരിക്കണത്? അല്ല, ഞാൻ സ്വപ്നത്തിൽ ഞാൻ കണ്ടു ഞാനൊരു രാജാവാണെന്നും എനിക്ക് 4-5 രാജകുമാരന്മാരുണ്ടെന്നും വലിയ കൊട്ടാരമൊക്കെ ഉണ്ടെന്നും കണ്ടു. നിങ്ങൾ എന്നെ കുലുക്കി എഴുന്നേപ്പിച്ചപ്പോൾ എൻ്റെ കൊട്ടാരവും രാജകുമാരന്മാരും ഒക്കെ പോയി. അപ്പം അവരെ കുറിച്ച് ആലോചിച്ചാണോ ഞാൻ കരയേണ്ടത്, ഇയാളെ കുറിച്ച് ആലോചിച്ചാ കരയേണ്ടതെന്ന് ഇപ്പം എനിക്ക് തീരുമാനിക്കാനായിട്ടില്ല എന്നാണ്. എന്നുവെച്ചാൽ സ്വപ്നവും ജാഗ്രതും തുല്യം എന്നാണ്. ജാഗ്രത കുറച്ച് നീണ്ടു നിൽക്കണു, സ്വപ്നം അല്പനേരത്തിൽ പൊലിഞ്ഞു പോകണു. രണ്ടും എന്നെങ്കിലും ഒരു ദിവസം അവസാനിച്ചു പോകും. തത്രക്കാ പരിദേവന. അതിലെന്തായി ദുഃഖിക്കാനിരിക്കണത്? ദുഃഖിച്ചത് കൊണ്ട് എന്തു പ്രയോജനം? യുദ്ധം ചെയ്യൂ. തൻ്റെ പ്രവൃത്തി ഇപ്പം എന്താന്ന് വെച്ചാൽ അത് ചെയ്യൂ, അല്ലാതെ യുദ്ധം ചെയ്യാനല്ല. നല്ലവണ്ണം അറിഞ്ഞോളണം, യുദ്ധം ചെയ്യാന്നല്ല. അപ്പൊ അർജുനന്റെ പ്രവൃത്തി യുദ്ധം ചെയ്യൽ. അദ്ദേഹം ഒരു യോദ്ധാവാണ്, അതുകൊണ്ട് യുദ്ധം ചെയ്യൂ എന്ന് പറഞ്ഞു എന്നല്ലാതെ നമ്മളെയൊക്കെ പോയി യുദ്ധം ചെയ്യാനല്ല. കൃഷ്ണൻ ഗീതയിൽ യുദ്ധം ചെയ്യാൻ പറഞ്ഞു എന്ന് പറയരുത്. എന്തിനാ പിന്നെ യുദ്ധം ചെയ്യണ അർജുനനെ തന്നെ തെരഞ്ഞെടുത്തത് ഗീത പറയാൻ എന്ന് വെച്ചാൽ, വ്യാസൻ എന്തിനാ അങ്ങനെ ചിത്രീകരിച്ചു എന്ന് വെച്ചാൽ, ടു സ്റ്റേറ്റ് ദ എക്സ്ട്രീം എക്സാമ്പിൾ. തത്വജ്ഞാനം സർവതോ ഭദ്രമാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ജ്ഞാനിയായ ആള് യുദ്ധം ചെയ്യണതാണ് അയാളുടെ തൊഴിൽ ആണെങ്കിൽ പോലും അയാളുടെ ജ്ഞാനം നഷ്ടപ്പെട്ടു പോവില്ല എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ യുദ്ധഭൂമിയെ തിരഞ്ഞെടുത്തത്. അല്ലാതെ സന്യാസിയായാൽ മാത്രമേ ഈ ജ്ഞാനം നിൽക്കുള്ളൂ, അല്ലെങ്കിൽ ജ്ഞാനം പോയി പോകും എന്നൊരു പേടി ഉണ്ടാവുമല്ലോ ആളുകൾക്ക്. ഗൃഹസ്ഥന്മാരായ ഞങ്ങൾക്കൊന്നും പറ്റില്ല, ഞങ്ങൾക്ക് ഓഫീസിൽ പോകണം, എത്ര ജോലി തിരക്കുണ്ട്, അതിൻ്റെ ഇടയിൽ ഇതൊക്കെ പ്രായോഗികമാവുമോ, അതിലൊക്കെ കുറച്ച് ചലിച്ചു പോവില്ലേ എന്നൊരു വിഷമം ഉണ്ടാവും. ആ തെറ്റിദ്ധാരണ നീക്കാനാണ് ഭഗവാൻ യുദ്ധം ചെയ്യണ അർജുനനെ പിടിച്ച് പറയണത്. യുദ്ധം ചെയ്താൽ പോലും ജ്ഞാനം നഷ്ടപ്പെട്ടു പോവില്ല. ശരിക്കറിഞ്ഞാൽ, ശരിക്ക് തെളിഞ്ഞാൽ, ഞാൻ കർത്താവുമല്ല ഭോക്താവുമല്ല,
നിത്യശുദ്ധ ബുദ്ധമുക്ത സ്വഭാവമായ ബ്രഹ്മവസ്തുവാണ് ഞാൻ എന്ന് ആർക്ക് തെളിഞ്ഞിരിക്കണമോ അവന് യുദ്ധം ചെയ്യണതാണ് കർത്തവ്യമെങ്കിൽ പോലും ചലിച്ചു പോവില്ല. അയാൾക്ക് എന്തറിയാം? ഈ ഉണർവേ സ്വരൂപമായ, അനുഭവമേ സ്വരൂപമായ ഞാൻ മാത്രം ഉണ്മ. ആ ഞാൻ ആകുന്ന ആത്മാവിൽ മനസ്സ് പൊന്തി വന്ന് ഇന്ദ്രിയങ്ങളിലൂടെ വെളിയിലേക്ക് വിജൃംഭണം ചെയ്ത് പ്രൊജക്റ്റ് ചെയ്ത് കാണിക്കുന്ന ഒരു സിനിമയാണ് ഈ പ്രപഞ്ചം. ഇവിടെ ശാശ്വതമായ ഒന്നുമില്ല. ശാശ്വതമായത് ഈ സാക്ഷി ചൈതന്യം മാത്രം, ഉള്ളിലുള്ള അവബോധം മാത്രം. ബാക്കിയുള്ളതൊക്കെ വന്നും പോയും കൊണ്ട് മാറിക്കൊണ്ടിരിക്കുന്ന ചിത്രങ്ങളാണ്. അതിൽ ഒരു കളി കളിക്കുക, അത്രയേ ഉള്ളൂ. തനിക്ക് നാടകത്തിൽ എന്ത് പാർട്ടാണോ ഉള്ളത് അതങ്ങോട്ട് കളിക്കുക. അല്ലാതെ അതിൽ സീരിയസ്നെസ് ഒന്നും അയാൾക്ക് ഉണ്ടാവില്ല. അയാൾക്ക് താൻ കർത്താവാണ് ഭോക്താവാണെന്നുള്ളത് പോയി പോകും. എന്നിട്ട് യുദ്ധം ചെയ്യൂ. തത്രകാ പരിദേവന, അവിടെ എന്തിനു ദുഃഖിക്കണം? നാടകത്തിലെ കാര്യങ്ങളൊക്കെ സീരിയസ് ആയിട്ട് എടുത്താൽ കരഞ്ഞുകൊണ്ടിരിക്കും, അല്ലേ? നാടകത്തിൽ നടിക്കുന്ന ആൾക്ക് ഒരുപാട് സീരിയസ്നെസ് വന്നാൽ കരയും. ഐഡന്റിഫിക്കേഷൻ, ക്യാരക്ടറുമായിട്ട് ഐഡന്റിഫിക്കേഷൻ വന്നാൽ കരഞ്ഞു പോകും. അപ്പോൾ അത് വരരുത് എന്നാണ് ഭഗവാൻ പറയുന്നത്. വേഷം കെട്ടി കളിക്കുക. വസിഷ്ഠൻ രാമൻ ഉപദേശിച്ചിട്ട് രാമനോട് പറഞ്ഞു, ആത്മതത്വം ഉപദേശിച്ചു ശ്രീരാമൻ. യോഗവാസിഷ്ടം അങ്ങനെയാണ്. അതായത് രാമൻ 10-13 വയസ്സിൽ തീർത്ഥയാത്രയ്ക്ക് പോയി. ഇതൊന്നും വാൽമീകി രാമായണത്തിലുള്ള കഥയല്ല. വാൽമീകി രാമായണം 24,000 ശ്ലോകം, യോഗവാസിഷ്ടം 32,000 ശ്ലോകം. വാസിഷ്ടത്തിൽ രാമന് വസിഷ്ഠന് ഉപദേശിക്കുന്നതാണ് മുഖ്യം. അനേകം കഥകൾ വരും അതിൽ രാമന് ചെറുപ്പത്തിൽ 10-13 വയസ്സിൽ തീർത്ഥയാത്രയ്ക്ക് പോയി. തീർത്ഥയാത്രയ്ക്ക് പോയിട്ട് തിരിച്ചു വന്നപ്പോൾ രാമന് ഒന്നിലും ഉത്സാഹമില്ലാതായി. ഒരു മൂലയിലിരുന്ന് താടിക്ക് കൈയും കൊടുത്ത്, ഞാൻ പട്ടാഭിഷേകവും എനിക്ക് വേണ്ട, രാജ്യവും വേണ്ട, എനിക്ക് ലോകത്തിലുള്ള ഒരു വ്യവഹാരവും വേണ്ട, എവിടെ നോക്കിയാലും ജനങ്ങൾ അജ്ഞാനം കൊണ്ട് ദുഃഖിക്കണു, ഞാൻ ലോകത്തിനെ കണ്ടു, ആശയാകുന്ന പിശാച് എല്ലാരെയും വലിച്ചഴച്ചുകൊണ്ട് നടക്കണു, ഈ ലോകജീവിതത്തിന് എന്തർത്ഥം? അഹങ്കാരവശാത് ആപത്, അഹങ്കാരാത് ദുരാദയ, അഹങ്കാരവശാത് ഈഹ ന അഹങ്കാരാത് പരോരിപുഹു. രാമചന്ദ്രൻ ദുഃഖത്തിൻ്റെ മുഴുവൻ മൂലം കണ്ടെത്തി. പക്ഷെ പരിഹരിക്കാൻ അദ്ദേഹത്തിന് വഴി കിട്ടാത്തതുകൊണ്ട് ദുഃഖിച്ചിരുന്നു. വസിഷ്ഠനോട് പറയാണ്, അഹങ്കാരവശാത് ആപത്, അഹങ്കാരം കൊണ്ടാണ് എല്ലാ ആപത്തുകളും. അഹങ്കാരാത് ദുരാധയ, സകല ദുഃഖങ്ങളും വൈഷമ്യങ്ങളും അഹങ്കാരം കൊണ്ട്. അഹങ്കാരവശാത് ഈഹ, സൂക്ഷ്മമായ ഡിസയേഴ്സ്, അത് അഹങ്കാരം കൊണ്ടാണ്. ന അഹങ്കാരാത് പരോരിപുഹു, അഹങ്കാരമല്ലാതെ വേറെ ഒരു ശത്രുവിനെ ഞാൻ കാണുന്നില്ല. പക്ഷെ ആ അഹങ്കാരത്തിനെ എങ്ങനെ നശിപ്പിക്കും? അതെങ്ങനെ ഇല്ലാതാക്കും? എങ്ങനെ പരിപൂർണമായ ശാന്തി ഉണ്ടാവും? ആ ശാന്തി ഉണ്ടായിട്ടില്ലെങ്കിൽ ജീവിതമാവുന്ന ഭാരം ചുമക്കുന്ന വെറും കിഴട്ട് കഴുതയായിട്ട് പോകും ഞാൻ. ജരഠഗർദ്ധഭാഹ, രാമൻ പറയണത് ജരഠഗർദ്ധഭാഹ. ജരഠഗർദ്ധഭം എന്ന് വെച്ചാൽ കിഴട്ട് കഴുത, വാർദ്ധക്യം ബാധിച്ച കഴുത. അതിന് ചുമക്കാൻ പോലും വയ്യ. അങ്ങനെ ജീവിതം പ്രയോജനമറ്റു പോകും. അങ്ങനെ വിഷമിച്ചിരിക്കുമ്പോഴാണ് രാമചന്ദ്രന് വസിഷ്ഠൻ ബ്രഹ്മവിദ്യയെ ഉപദേശിച്ചത്. തനിക്ക് അച്ഛൻ ബ്രഹ്മാവ് ഉപദേശിച്ചു തന്ന ആത്മതത്വം രാമൻ ഉപദേശിച്ചു. രാമനോട് പറഞ്ഞു, രാമ, തനിക്ക് വന്നിരിക്കുന്ന ഈ ശോകം ലോകത്തിലെ സാധാരണ ആളുകൾ കണ്ടാൽ അവരൊക്കെ വിചാരിക്കും രാമൻ എന്തോ ഭ്രാന്ത് പിടിച്ചു എന്ന് വിചാരിക്കും. ഒരു കാര്യത്തിനും രാജാവിൻ്റെ പുത്രനായി ജനിച്ചിട്ട് യാതൊന്നിലും ഉത്സാഹമില്ലാതെ ആഹാരം പോലും കഴിക്കാത്ത ഒരിടത്ത് ഇരിക്കുന്നു. വസിഷ്ഠൻ പറഞ്ഞു, ഇത് നല്ല ലക്ഷണം. ലോകം മുഴുവൻ ശോകമാണെന്ന് കണ്ടുവല്ലോ, ശോകഹതം ച സമസ്തം എന്ന് കണ്ടുവല്ലോ, നല്ല ലക്ഷണം. ഇനി ആ ശോകത്തിനുള്ള പരിഹാരം എന്നോട് ചോദിക്കൂ, ഞാൻ പറഞ്ഞുതരാം. ചോദിക്കണം, അപ്പോഴേ പറയാൻ പാടുള്ളൂ. ഈ വസിഷ്ഠൻ പോലും അങ്ങനെയാ. ബ്രഹ്മാവിൻ്റെ പുത്രനായിട്ട് വസിഷ്ഠൻ ജനിച്ചപ്പോൾ പൂർണ്ണനായിട്ട് അത്ര ജനിച്ചത്.
അതായത് അദ്ദേഹത്തിന് ജ്ഞാനത്തിൻ്റെ ആവശ്യമൊന്നുമില്ല, പൂർണ്ണനായിട്ട് ജനിച്ചു. ബ്രഹ്മാവിൻ്റെ ജ്ഞാനത്തിൽ നിന്നാണ് ജനിച്ചത് വസിഷ്ഠനെ. അപ്പോൾ ബ്രഹ്മാവ് നോക്കി ഇദ്ദേഹത്തിനെ ലോകത്തിൽ ആചാര്യനായിട്ട് അയക്കേണ്ടതാണ്. പൂർണ്ണനായിട്ട് ലോകത്തിൽ പോയി ജനിച്ചാൽ ലൗകികരുടെ ദുഃഖം എന്താണെന്നേ അവർക്ക് മനസ്സിലാവില്ല. അതുകൊണ്ട് ഉപദേശിക്കാനുള്ള യോഗ്യത ഉണ്ടാവില്ല. അതുകൊണ്ട് ബ്രഹ്മാവ് ഒന്ന് ശപിച്ചു, തൻ്റെ മനസ്സ് ലോകം മുഴുവൻ ഒന്ന് ചലിക്കട്ടെ, ഒന്ന് അലയട്ടെ എന്ന് ശപിച്ചു. വസിഷ്ഠൻ്റെ മനസ്സ് ഒരു ക്ഷണം നേരം കൊണ്ട് ഒരുപാട് സംസാര ദുഃഖം അനുഭവിച്ചു കഴിഞ്ഞപ്പോൾ ബ്രഹ്മാവ് പറഞ്ഞു, ഇനി ഇതിനുള്ള പരിഹാരം എന്നോട് ചോദിക്കാൻ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ വസിഷ്ഠൻ ചോദിച്ചു, ബ്രഹ്മാവ് ഉപദേശിച്ചു. അപ്പോൾ മനസ്സിന് പൂർണ്ണ ശാന്തി, തൃപ്തി, പരിപൂർണത ഉണ്ടായി. ആ ബ്രഹ്മവിദ്യയെ രാമന് ഉപദേശിച്ചു. രാമൻ്റെ മനസ്സും പൂർണ്ണമായ ശാന്തിയിലെത്തി. രാമനോട് പറഞ്ഞു, രാമ, അഹങ്കാരത്തിനെ വേര് പറിച്ചെടുത്താൽ പോരാ. അഹങ്കാരമാവുന്ന വൃക്ഷത്തിൻ്റെ വേര് പറിച്ചെടുത്താൽ പോരാ. രാമകൃഷ്ണ പരമഹംസർ പറയും, ആലുവൃക്ഷത്തിനെ പോലെയാണെന്നാണ്. എത്ര വെട്ടിയാലും മുളയ്ക്കും. ചിലപ്പോൾ മതിലിൻ്റെ ഓരത്തൊക്കെ മുളച്ചിട്ട് നമ്മളത് പോയിട്ടുണ്ടാവും എന്ന് വിചാരിച്ച് വേര് പറിച്ച് കളഞ്ഞാലും ശരി, എവിടെയെങ്കിലും അല്പം ഉണ്ടെങ്കിൽ ഇതാ ഞാൻ ഉണ്ട് കേട്ടോ എന്ന് തല പൊക്കും. അടുത്ത ദിവസം നശിക്കില്ല. എത്ര പറിച്ചെടുത്താലും പിന്നെയും വരും. അപ്പോൾ വസിഷ്ഠൻ പറയണത് ഇതിനെ വേര് പറിച്ചെടുത്താൽ പോരാ, വിത്ത് കത്തിക്കണം എന്നാണ്. എന്നാലേ ശരിയാവും. ഈ അഹങ്കാരമാവുന്ന വൃക്ഷത്തിൻ്റെ വിത്ത്, അതിൻ്റെ സീഡ്, അത് കത്തിക്കുന്ന അഗ്നിയാണ് ഞാൻ ആര് എന്നുള്ള വിചാരം. കോഹം വിചാരം രാമ സ്വാത്മവിചാരോയം കോഹം സ്യാം ഇതി രൂപകഃ ചിത്ത ദുർദ്രുമബീജസ്യ ദഹനേ ദഹനസ്മൃത. ഈ ചിത്തമാവുന്ന ദുഷ്ടവൃക്ഷത്തിൻ്റെ ബീജം കത്തിക്കുന്ന അഗ്നിയാണ് ഞാൻ ആര്, എൻ്റെ സ്വരൂപം എന്താണ് എന്നീ തരത്തിലുള്ള ആത്മവിചാരം. ഈ ആത്മവിചാരത്തിനെ ചെയ്യൂ. ഞാൻ എന്നുള്ള അഹങ്കാരം എവിടെ ചലിച്ചു പൊന്തുണു എന്ന് നോക്കുക. അത് ചലിച്ചു പൊന്തുമ്പോഴാണോ മനസ്സ് പൊന്തണത്. മനസ്സ് പൊന്തുമ്പോൾ പ്രപഞ്ചം മുഴുവൻ പൊന്തുന്നു, സകല ദുഃഖങ്ങളും പൊന്തുന്നു. അപ്പം മനസ്സ് പൊന്താൻ മൂലകാരണമായിട്ടുള്ള അഹങ്കാരത്തിൻ്റെ മൂലം അന്വേഷിച്ചാൽ അഹങ്കാരം പോയി ബ്രഹ്മതത്വം ഹൃദയത്തിൽ പ്രകാശിക്കും, ആത്മതത്വം ഹൃദയത്തിൽ പ്രകാശിക്കും. അതുകൊണ്ട് വിടാതെ ഞാൻ ആരാണ്, ഞാൻ എന്നുള്ളതിൻ്റെ സ്വരൂപം എന്താണെന്ന് ആരാഞ്ഞുകൊണ്ടേയിരിക്കുക എന്ന് തത്വോപദേശം ചെയ്തു. രാമൻ കുറച്ച് നേരത്തേക്ക് ഈ സമാധി പരിശീലിച്ചു. രാമന് നല്ല ശാന്തി ഉണ്ടായി. മനസ്സ് ചലിക്കാതെ നിന്നു, നിശ്ചലമായിട്ട് നിന്നു. നാഭിയിൽ നിന്നും പുറപ്പെടുന്ന ഈ പ്രകാശകിരണം ബ്രഹ്മരന്ധ്രപര്യന്തം പോയി ശരീരം മുഴുവൻ വ്യാപിച്ചു. നിർവികൽപ്പമായ പ്രജ്ഞ തെളിഞ്ഞു രാമൻ്റെ ഉള്ളിൽ. രാമൻ ചോദിച്ചു വസിഷ്ഠനോട്, ഭഗവാനെ ഇനി ഞാൻ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചു. വസിഷ്ഠൻ പറഞ്ഞു, രാമ, ഒരിക്കലും ചലിക്കാത്ത അനുഭൂതി തനിക്ക് കിട്ടിക്കഴിഞ്ഞു. ഇനി ഈ അനുഭവം ചലിക്കില്ല, എന്ത് തന്നെ ചെയ്താലും ചലിക്കില്ല. ഇനി എന്ത് നാടകത്തിൽ നടിക്കുന്ന പോലെ ലോകത്തിൽ എന്തു വേണമെങ്കിൽ ചെയ്തോളൂ, ഈ അനുഭൂതി ഇനി ചലിക്കില്ല. ഗുരുകൃപ കൊണ്ട്, ഗുരുപദേശം കൊണ്ട് ഏതൊരു സമാധി സിദ്ധിച്ചോ അത് നഷ്ടപ്പെട്ടു പോകില്ല. ലോകത്തിൽ ബാക്കിയുള്ള കലകളൊക്കെ നഷ്ടപ്പെട്ടു പോകും. സർവാപ്യേവ കലാ ജന്തോഹോ അനഭ്യാസേന നശ്യതി ഇയം ജ്ഞാനകലാത്യന്ത സകൃജാത അഭിവർദ്ധത്തെ എന്നാണ്. ലോകത്തിലുള്ള മറ്റ് കലകളൊക്കെ അഭ്യാസം ചെയ്തില്ലെങ്കിൽ നഷ്ടപ്പെട്ടു പോകും, ഡാൻസ്, പാട്ട്, അതൊക്കെ. പക്ഷെ ഈ സമാധിയാവുന്ന കല, ബ്രഹ്മാനുഭൂതി ഒരിക്കൽ സിദ്ധിച്ചാൽ അത് നഷ്ടപ്പെട്ടു പോവുകയില്ല. ഒന്നും ചെയ്തിട്ടില്ലെങ്കിൽ ഉള്ളിൽ അതിങ്ങനെ അഭിവൃദ്ധിപ്പെട്ടുകൊണ്ടേയിരിക്കും. സകൃജാത അഭിവർദ്ധത എന്നാണ്, അഭിവൃദ്ധിപ്പെട്ടുകൊണ്ടേയിരിക്കും, ഇനി നഷ്ടമാവില്ല. അതുകൊണ്ട് ഇനി രാമ സ്വതന്ത്രമായിട്ട് ലോകത്തിൽ പ്രവർത്തിക്കൂ. അപ്പൊ രാമൻ വീണ്ടും ചോദിച്ചു, ഭഗവാനെ ഞാൻ എന്താ ചെയ്യേണ്ടത്, വ്യക്തമായിട്ട് പറയൂ. അപ്പോൾ വസിഷ്ഠൻ പറഞ്ഞു, രാമ, താൻ രാജാവാകേണ്ട ആളാ. രാജാവായിട്ടിരിക്കേണ്ട ആള് സന്യാസിയെ പോലെ ഇരുന്നാൽ ആളുകൾ മുഴുവൻ മുതലെടുക്കും. കോപപ്പെടാതെ, നമ്മളുടെ രാജാവ് വളരെ പാവമാണ്, അദ്ദേഹത്തിന് കോപമേ വരില്ല എന്നറിഞ്ഞാൽ ഉള്ളവനൊക്കെ ഡോർമാറ്റായിട്ട് ഉപയോഗിക്കും. അതുകൊണ്ട് അകമേക്ക് ഒരു ചലനവും കൂടാതെ, എന്ന് വെച്ചാൽ ഇനി ചലിക്കില്ല, പുറമേക്ക് കോപമൊക്കെ നടിച്ചോളാം. പുറമേക്ക് സകല കർമ്മവും ചെയ്തോളൂ, അകമേക്ക് ചലനം ഉണ്ടാവാൻ പാടില്ല.
ബഹി കൃത്രിമ സംരംഭ അന്തഃസംരംഭവർജിത കർത്ത ബഹി അകർത്ത അന്തഃ ലോകേ വിഹര രാഘവ. ലോകത്തിൽ വിഹരിക്കുക എന്നാണ്. പുറമേക്കൊക്കെ ചെയ്തുകൊണ്ടും എന്നാൽ അകമേക്ക് ചലിക്കാതെയും, പുറമേക്ക് ദേഷ്യമൊക്കെ നടിച്ചുകൊണ്ടും ആജ്ഞകളൊക്കെ കൊടുത്തുകൊണ്ടും അകമേക്ക് അല്പം പോലും കോപമോ വെറുപ്പോ ഇല്ലാതെയും, പുറമേക്ക് അനേകം പേരുടെ ആസക്തി ഉള്ള പോലെ, സ്നേഹമുള്ള പോലെ എല്ലാവരെയും കെട്ടിപ്പിടിച്ചുകൊണ്ട് വഴി കാണിച്ചു കൊടുത്തുകൊണ്ട് ആസക്തി കാണിച്ചുകൊണ്ട് മക്കളോടും പേരക്കുട്ടികളോടും പ്രജകളോടും എല്ലാം സ്നേഹം കാണിച്ചുകൊണ്ടിരുന്നുള്ളൂ. പക്ഷേ അകമേക്ക് ആരോടും ഒട്ടിപ്പോകരുത്. അങ്ങനെ എന്ന് വെച്ചാൽ ഒട്ടില്ല. ഈ വസ്തുജ്ഞാനം ഉദിച്ചു കഴിഞ്ഞു. സ്വതന്ത്രമായിട്ട് ഇനി ലോകത്തിൽ വിഹരിക്കുമെന്ന്, തൻ്റെ ധർമ്മം ചെയ്യൂ. തൻ്റെ നാടകത്തിലുള്ള ഈ റോളുണ്ടല്ലോ, വേഷം, ആ വേഷം നടിക്കുക. വേഷം കലഞ്ഞു പോകരുത്. ഒരുപാട് അനുഭൂതി തെളിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ വേഷം മാറിപ്പോയി കളയും. നരസിംഹാവതാരം നാടകം നടക്കുമ്പോൾ ഹിരണ്യകശിപുവിൻ്റെ റോള് തകർക്കണു ഒരാൾ ഗംഭീരമായിട്ട്. അയാളുടെ നടിക്കുന്നത് കണ്ട ആളുകൾ അങ്ങനെ തന്മയും പ്രാപിച്ചിരിക്കുക, അലറി വിളിക്കുകയാണ്, എവിടെയടാ വിഷ്ണു? തൂണ് പൊട്ടിച്ചു. തൂണ് പൊട്ടി വീണപ്പോൾ നരസിംഹം അലറിക്കൊണ്ടുവന്നു. നരസിംഹത്തിനെ കണ്ട ഉടനെ ഹിരണ്യകശിപു ഗതയൊക്കെ ചോട്ടിലിട്ടിട്ട് ശ്രീമത് പയോനിധിനികേതന ചക്രപാണി ലക്ഷ്മീ നൃസിംഹ മമദേഹി കരാവലംബം സ്തോത്രം ചെയ്ത് നമസ്കരിച്ചു അത്രേ. പരമഭക്തനായിരുന്നു അത്ര അദ്ദേഹം. നാടകത്തിലെ റോളൊക്കെ മറന്നുപോയി നരസിംഹത്തിനെ കണ്ടപ്പോൾ. നരസിംഹത്തിനെ കണ്ടപ്പോൾ തൻ്റെ റോളൊക്കെ മറന്നുപോയി, വേഷമൊക്കെ മറന്നുപോയി. ഉള്ളിലുള്ളത് പുറത്തു വന്നു. അപ്പോ ഉള്ളിലുള്ളത് പുറത്തു വരാൻ അനുവദിക്കരുത് എന്നാണ് തൽക്കാലത്തേക്ക്. അറിയേണ്ടത് അറിഞ്ഞിട്ട് പുറമേക്ക് നാടകത്തിൽ എന്ന പോലെ നടിച്ചോളാം. അപ്പൊ ആ സ്ഥിതിയിലേക്കാണ് ഭഗവാൻ അർജുനനെയും കൊണ്ടുവരുന്നത്. സത്യം അറിഞ്ഞിട്ട് യുദ്ധം ചെയ്യും. യുദ്ധം ചെയ്യലല്ല മുഖ്യം, യുദ്ധമല്ല, എന്ത് ചെയ്താലും കുഴപ്പമില്ല. സത്യം അറിഞ്ഞിട്ട് അടുക്കളപ്പണി ചെയ്തിരിക്കുക, സത്യം അറിഞ്ഞിട്ട് യുദ്ധം ചെയ്യൂ. സത്യം അറിഞ്ഞ് ജനക മഹാരാജാവിനെ പോലെ രാജ്യം ഭരിക്കും. സത്യം അറിഞ്ഞ് സുഖബ്രഹ്മ മഹർഷിയെ പോലെ അവധൂതനായിട്ട് നടക്കും. അതൊക്കെ അവരവരുടെ പ്രാരബ്ധം, നിശ്ചയിക്കലല്ല, ഈശ്വര നിശ്ചയം പോലെ. അവരവർക്ക് എന്തു പ്രാരബ്ധമോ അതിനനുസരിച്ച് അവരവരുടെ ജീവിതത്തിൽ അത് നടക്കണു. അതുകൊണ്ട് ഭഗവാൻ പറഞ്ഞു ദുഃഖിക്കരുത്. അപ്പൊ ഈ സത്യം അറിഞ്ഞ ആളെ, ആ സത്യത്തിനെ, ബ്രഹ്മവിദ്യയെ, വളരെ അപൂർവമാണ് ലോകത്ത്, വളരെ അപൂർവം. ഈ വിദ്യ ഇത്രയൊക്കെ നമ്മളിപ്പോൾ പറയുന്നുണ്ടല്ലോ, തെരഞ്ഞു നോക്കിയാൽ ഇത്രയധികം നമുക്ക് പ്രചാരങ്ങളും ഒക്കെ ഉണ്ട്. പക്ഷേ ആത്മവിദ്യ വളരെ വിരളമാണ്. അതെവിടെയെങ്കിലുമൊക്കെ ആശ്ചര്യമായിട്ട് കേൾക്കണമെന്നാണ് ഭഗവാൻ തന്നെ പറയണത്. അതാണ് അടുത്ത ശ്ലോകം നോക്കാം. ആശ്ചര്യവത് പശ്യതി കശ്ചിദേനം ആശ്ചര്യവത് വദതി തഥൈവ ചാന്യഃ ആശ്ചര്യവച്ചൈനം അന്യശൃണോതി ശ്രുത്വാപ്യേനം വേദന ചൈവ കശ്ചിത്. ആശ്ചര്യം, ആശ്ചര്യം സാധാരണ അറിവില്ലായ്മയുടെ ലക്ഷണമാണ്. എക്സൈറ്റ്മെൻ്റാണ് ആശ്ചര്യം, അല്ലേ? ആശ്ചര്യം എവിടെ ഉണ്ടോ അവിടെ മനസ്സുണ്ട്, വികാരമുണ്ട്. അതൊരു വികാരമാണ്. ആശ്ചര്യം എന്ന് പറയുന്നത് ഒരു വികാരം. സദാശിവ ബ്രഹ്മേന്ദ്ര സരസ്വതി സ്വാമികൾ ആത്മവിദ്യാവിലാസത്തിൽ ഒരു ശ്ലോകത്തിൽ പറയണത്, ചത്തുപോയ ശവം എഴുന്നേറ്റ് നിന്ന് ഡാൻസ് കളിച്ചാൽ പോലും ജീവൻ മുക്തന്മാർ ആശ്ചര്യപ്പെടില്ല എന്ന്. എന്താന്ന് വെച്ചാൽ മായയിൽ എന്തും സംഭവിക്കാം. അഘടിത ഘടനാ പട്ടീയസി മായ. ആശ്ചര്യപ്പെടില്ല. പിന്നെ ഇവിടെ ആരുടെ ആശ്ചര്യമാ പറയണത്? മറ്റുള്ളവരുടെ ദൃഷ്ടിക്ക് ഈ ബ്രഹ്മവിദ്യ ഒരു ആശ്ചര്യം, ആത്മാ ഒരു ആശ്ചര്യം, ആത്മാവിനെ കാണുക എന്നുള്ളത് ഒരു ആശ്ചര്യം. ഭഗവാൻ പറയണു ആശ്ചര്യവത് പശ്യതി കശ്ചിദേനം. വളരെ ആശ്ചര്യമായിട്ട്, അദ്ഭുതമായിട്ട് ഇതിനെ ലോകത്തിലുള്ളവർ കാണുന്നു. ചിലർ കാണുന്നു, പലരും ഇതിനെ കാണുന്നു. കശ്ചിത് ജനഃ ആശ്ചര്യവത് ഏനം പശ്യതി. ഒരർത്ഥം ആത്മാവിനെ കണ്ടെത്തുന്നവൻ ഒരാശ്ചര്യം, അദ്ഭുതം എന്നാണ്.
അയാൾ എങ്ങനെ കണ്ടെത്തി എന്ന് പറയാൻ പറ്റില്ല. ആത്മാവിനെ കണ്ടെത്തുവാൻ ഒരു നിയമവും വയ്ക്കാൻ പറ്റണില്ല. നിയമങ്ങളൊക്കെ നമ്മൾ ലോകത്തിൽ വെച്ചിട്ടുണ്ടെങ്കിലും പലപ്പോഴും ഈ നിയമത്തെയൊക്കെ മറികടന്നിട്ട് ആരൊക്കെയോ കണ്ടെത്തുന്നു. അപ്പോ അദ്ദേഹത്തിന് എങ്ങനെ ഈ സത്യം കിട്ടി? ആശ്ചര്യം, അദ്ഭുതം. ഒരിക്കലും പ്രതീക്ഷിക്കാത്ത സ്ഥലത്തൊക്കെ ചിലപ്പോൾ ഈ ജ്ഞാനം കിട്ടും. മഹാഭാരതത്തിലൊരു കഥയുണ്ടല്ലോ, ഈ കൗശികൻ തപസ്സിനായിട്ട് പോയി. അച്ഛനും അമ്മയും ഒക്കെ വീട്ടിലുണ്ട്, അവരെയൊക്കെ ഉപേക്ഷിച്ചിട്ട് തപസ് ചെയ്യാനായിട്ട് പോയി. തപസ് ചെയ്യാൻ പോയി. അദ്ദേഹത്തിന് തപസ് ചെയ്ത് കുറേ സിദ്ധികളൊക്കെ ഉണ്ടായി. ഈ സിദ്ധികൾ വേറെ, ജ്ഞാനം വേറെ. സിദ്ധിയൊന്നും ജ്ഞാനമല്ല. ആളുകൾ ഇതൊക്കെ കണ്ട് ഭ്രമിച്ചു കളയും. ഈ സിദ്ധിയൊക്കെ ജ്ഞാനമാണെന്ന് വിചാരിക്കും. ജ്ഞാനിക്ക് ഒരു സിദ്ധിയോ ആവശ്യമില്ല. സ്വപ്നോപമാനാഹ ഖലു സിദ്ധയോന്യ. രമണ മഹർഷി പറഞ്ഞു, സകല സിദ്ധികളും സ്വപ്നമാണെന്നാണ്. ഈ ലോകത്തിന്റെ ഒരു ഭ്രമമേ നമുക്ക് വിട്ടുപോകാൻ വിഷമമായിരിക്കണം. അങ്ങനെ സിദ്ധികളുടെ പുതിയൊരു ലോകം, അതിൻ്റെ ഉള്ളിൽ ആദ്യം കിടന്ന് പെരളണോ? അപ്പൊ സിദ്ധികളൊക്കെ വെറും സ്വപ്നം. അതൊക്കെ കുറച്ച് ശരീരത്തിനെ ഒന്ന് ക്ലേശിപ്പിക്കുകയോ മറ്റൊക്കെ ചെയ്താൽ സിദ്ധികളുണ്ടാവും. ഇപ്പൊ നമ്മളെക്കാളും സിദ്ധിയുള്ളവരാണോ പക്ഷികൾ? അവർക്ക് പറക്കാനുള്ള സിദ്ധിയുണ്ട്. അതുകൊണ്ട് എന്ത് വിശേഷം? ഇന്ന് സയൻസ് വലിയ സിദ്ധിയാണ് കാണിക്കുന്നത്. പണ്ട് ഒരു വ്യക്തി ചെയ്തിരുന്ന സിദ്ധിയെ ഇന്നിപ്പോൾ മെറ്റീരിയൽ മാറ്റർ ഉപയോഗിച്ച് ഇവിടെ ഇരുന്നാൽ അമേരിക്കയിലുള്ള ആളോട് വർത്തമാനം പറയാം, അയാളെ കണ്ടുകൊണ്ട് വർത്തമാനം പറയാം. എടാ ഇവിടെ ഇരിക്കുമ്പോഴാ ഈ ഫാൻ ഇങ്ങനെ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഈ ഫാനിനെ കുറിച്ച് ആലോചിക്കാൻ പറ്റുമോ? മൈക്കിനെ കുറിച്ച് ആലോചിക്കാൻ പറ്റുമോ? ഇതൊക്കെ സിദ്ധിയാണ്. ഇലക്ട്രിസിറ്റി, ചൂട് കാലത്ത് AC, സിദ്ധിയല്ലേ? ഇതൊന്നും കുറെ കാലം മുമ്പ് ആലോചിക്കാൻ വയ്യ. ഇതൊക്കെ സിദ്ധികളാണ്. പക്ഷെ ഈ സിദ്ധികളൊന്നും നമുക്ക് ശാന്തിയോ ജീവിതത്തിൽ ദുഃഖപരിഹാരമൊന്നും ഉണ്ടാക്കിയില്ലല്ലോ. സിദ്ധി കാണിക്കുന്ന സിദ്ധന്റെ സിദ്ധികളൊക്കെ മറ്റുള്ളവരെ അത്ഭുതപ്പെടുത്താൻ കൊള്ളാം എന്നല്ലാതെ സിദ്ധന് ഒന്നും പ്രയോജനപ്പെടില്ല. മാത്രമല്ല ആ സിദ്ധികൾ അയാളിലൂടെ എങ്ങനെ പ്രവർത്തിക്കണമെന്നുള്ള ആ ഓപ്പറേറ്റിംഗ് മെത്തേഡ് പോലും അയാൾക്ക് അറിയില്ല. നടക്കണു അത്രയേ ഉള്ളൂ. അതെങ്ങനെ നടക്കുന്നു വെച്ചാൽ അയാൾക്കേ അറിയില്ല. കലകളൊക്കെ സിദ്ധികളാണ്, എല്ലാ കലകളും സിദ്ധികളാണ്. പക്ഷെ സിദ്ധികളൊന്നും ജ്ഞാനത്തിന്റെ ലക്ഷണമല്ല. ജ്ഞാനികളിൽ ചിലപ്പോൾ സിദ്ധി കാണും. അത് ഒരുപക്ഷെ ജ്ഞാനത്തിനായിട്ട് അവർ പ്രയത്നിക്കുമ്പോൾ ചെയ്ത സാധനകളുടെ ഫലമാണ്, വേറെ സാധനകളുടെ ഫലം. ചിലപ്പോൾ ജ്ഞാനത്തിന് ശേഷം ആവശ്യമുണ്ടെങ്കിൽ സകല സിദ്ധികളും അവർക്ക് വരും. അവർ പക്ഷെ ആവശ്യപ്പെടില്ല, ആഗ്രഹിക്കില്ല, കൊടുത്താൽ പോലും വാങ്ങിക്കില്ല. ജ്ഞാനത്തിന് ശേഷം പ്രപഞ്ചത്തിലുള്ള സകല സിദ്ധികളും അവരുടെ കയ്യിലാണ്. ദക്ഷിണാമൂർത്തി സ്തോത്രത്തിൽ ആചാര്യസ്വാമികൾ പറയുന്നു, സ്യാത് ഈശ്വരത്വം സ്വതസിദ്ധ്യേത് പുനരഷ്ടതാപരിണതം ച ഐശ്വര്യമവ്യാഹതം. 8 സിദ്ധികളും ഈശ്വരത്വം തന്നെ ജ്ഞാനിക്ക് സിദ്ധമാണ് കയ്യില്, പക്ഷേ സ്വീകരിക്കില്ല എന്നാണ്. അപ്പോ സിദ്ധികളില് ഈ കൗശികന് കുറച്ച് സിദ്ധി ഉണ്ടായി, തപശക്തി ഉണ്ടായി. മരത്തിന്റെ ചോട്ടിലിരുന്ന് ധ്യാനിച്ചുകൊണ്ടിരിക്കുമ്പോൾ മേലുള്ള കാക്ക കാഷ്ടിച്ച് മൊട്ടത്തലയിൽ വീണു. കോപിച്ചിട്ട് അങ്ങനെ അങ്ങോട്ട് നോക്കിയപ്പോ ഇയാൾക്കറിയില്ല ഇയാൾക്ക് സിദ്ധി വന്നിട്ടുണ്ടെന്ന്. നോക്കിയപ്പോ ആ ദൃഷ്ടിയിലൂടെ ഉള്ള ഈ കോപശക്തി ഉണ്ടല്ലോ, അത് ഈ കാക്കയെ ഭസ്മമാക്കി ചുവട്ടിലിട്ടു. കാക്കയോ കൊറ്റിയോ ഒരു പക്ഷി, അത് ഭസ്മമായി ചുവട്ടിൽ വീണു. ഇയാൾക്ക് അപ്പോഴാ മനസ്സിലായതോ തനിക്ക് സിദ്ധി വന്നിട്ടുണ്ട്. സിദ്ധികൾ വരുന്നത് അവർക്കൊന്നും അറിയില്ല, തനിക്ക് സിദ്ധി വന്നിട്ടുണ്ട്. അപ്പോ സിദ്ധിയോടുകൂടെ അഹങ്കാരവും വരും. എന്താന്ന് വെച്ചാൽ അഹങ്കാര നാശം ആയിട്ടില്ലേ, അത് വേറെ ഇത് വേറെ. സിദ്ധിയോടുകൂടെ എനിക്ക് ഈ സിദ്ധികളൊക്കെ ഉണ്ട് എന്നുള്ള അഹന്തയും കൂടെ പൊത്തും. അപ്പൊ ജ്ഞാനം ആശ്ചര്യമാണ്. എന്താന്ന് വെച്ചാൽ ജ്ഞാനം അത്ര എളുപ്പത്തിലൊന്നും ആളുകളുടെ ഉള്ളിൽ കടക്കില്ല. നമ്മളിപ്പോൾ ഇത്രയൊക്കെ പറയുന്നു, ഇത്ര പേരൊക്കെ കേൾക്കണ്ടല്ലോ. ആശ്ചര്യവത് കശ്ചിത് ശൃണോതി, മെനി ഹിയേഴ്സ് വെരി ഫ്യൂ ലിസൺസ് എന്നാണ്. ചെവിയിൽ വീഴും, പക്ഷെ വസ്തു ഉള്ളിൽ കിടക്കണമെങ്കിൽ അതിന് ആശ്ചര്യവത്ത് എന്ന് ഭഗവാൻ തന്നെ പറഞ്ഞു വെച്ചിരിക്കുന്നു. ശ്രവണായാപി ബഹുഭിർയോന ലഭ്യ ശൃണ്വന്തോപി ബഹവോ യംന വിദ്യുഹു എന്നാണ്. കേട്ടാ പോലും ഗ്രഹിക്കില്ല, ഗ്രഹിക്കാൻ ആശ്ചര്യം ഇരിക്കട്ടെ. അപ്പോ ഈ കൗശിക ബ്രാഹ്മണൻ ഈ സിദ്ധിയോടുകൂടെ ഭിക്ഷയെടുക്കാൻ പോയപ്പോൾ ഒരു വീട്ടിൻ്റെ ഉമ്മർത്ത് ചെന്നു. ആ വീട്ടിലെ
അമ്മ, ആ ഗൃഹസ്ഥ സ്ത്രീ, അവരൊരു ബ്രഹ്മനിഷ്ഠയായിരുന്നു. ഇങ്ങനെ അനേകം പേര് ഇപ്പോഴും ഉണ്ട് നമ്മുടെ നാട്ടിൽ. ജ്ഞാനികളായി, ചിലപ്പോൾ സാധാരണ ഗൃഹസ്ഥ സ്ത്രീകളായിരിക്കും, അവരുടെ ധർമ്മം ചെയ്തുകൊണ്ടിരിക്കും. പക്ഷേ ഉള്ളിൽ എപ്പോഴും കർത്തൃത്വ ഭോക്തൃത്വ ശൂന്യമായ സമാധി. അങ്ങനെ അനേകം പേരുണ്ടായിരുന്നു, സാധാരണ ഗൃഹസ്ഥ തലത്തിൽ തന്നെ ഉണ്ടായിട്ട്. പ്രസിദ്ധരായിട്ടുള്ളവരും പ്രസിദ്ധരല്ലാത്തവരും. പ്രസിദ്ധരായിട്ട് 2-3 പേരുണ്ടായിരുന്നതാണ്. ഒരു രമാദേവി അമ്മ ഉണ്ടായിരുന്നു, ഗൃഹസ്ഥയായിട്ട് തന്നെ ജീവിച്ചു. തഞ്ചാവൂരിൽ ജാനകി മാതാവ് ഉണ്ടായിരുന്നു, ഗൃഹസ്ഥയായിട്ട് തന്നെ ജീവിച്ചു. ജ്ഞാനികളായിരുന്നു അവരൊക്കെ. അവരൊക്കെ അറിയപ്പെട്ടവര്. അറിയപ്പെടാത്തവർ എത്രയോ പേര്. അപ്പോൾ ഈ അമ്മയുടെ വീട്ടു മുമ്മർത്ത് ചെന്ന് കൗശിക ബ്രാഹ്മണൻ നിന്നപ്പോൾ അമ്മ വേണമെന്ന് വെച്ചിട്ട് തന്നെ കുറച്ച് നേരമാക്കി ഭർത്താവിനെ ശുശ്രൂഷിച്ചുകൊണ്ട് നിന്നു. ഇദ്ദേഹത്തിനൊന്ന് പാഠം പഠിപ്പിക്കണം, അറിയണം, സത്യം അറിയിപ്പിക്കണം. അപ്പോ ഭർത്താവിനെ ശുശ്രൂഷിച്ചു നിന്നു. ഇദ്ദേഹം കുറെ നേരം കാത്തപ്പോൾ ദേഷ്യം വന്നു. ഞാൻ ഇത്ര നേരം നിൽക്കണു, തപസ്വി, എനിക്ക് ഭിക്ഷ തരാൻ വൈകിക്കണു. ദേഷ്യം വന്നപ്പോ കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ അമ്മ ഭിക്ഷ കൊണ്ടുവന്നപ്പോ തുറച്ചു നോക്കി. അപ്പൊ അമ്മ പറഞ്ഞു, തുറച്ചു നോക്കിയാൽ എരിഞ്ഞു വീഴാൻ ഞാൻ കാക്കയൊന്നുമല്ല. ഇദ്ദേഹത്തിന് ആശ്ചര്യം, കാക്കയെ ഞാൻ എരിച്ചത് ഈ അമ്മയ്ക്ക് എങ്ങനെ മനസ്സിലായി? ഈ സിദ്ധികളൊക്കെ വളരെ ലളിതമാണ്. ഈ സിദ്ധികളൊക്കെ എങ്ങനെ നടക്കണമറിയോ? ഇതിൻ്റെ പ്രോസസ്സ് അവർ മുൻകൂട്ടി ഇങ്ങനെ അറിഞ്ഞു വെച്ചതൊന്നുമല്ല, നമ്മൾ സിനിമയിൽ കാണിക്കണ പോലെ. അതെങ്ങനെയാന്ന് വെച്ചാൽ, ജ്ഞാനികൾക്ക് അവർക്ക് പേഴ്സണാലിറ്റിയേ ഇല്ല. ഈ മുമ്പിൽ പോണവരുണ്ടല്ലോ, അവർ തന്നെ ശക്തമായിട്ട് എനിക്കിതൊക്കെ ഉണ്ടെന്ന് വിചാരിക്കുമ്പോൾ ജ്ഞാനികൾ കണ്ണാടി പോലെയാണ്. ഇവരുടെ ഉള്ളു മുഴുവൻ അവരിൽ റിഫ്ലക്റ്റ് ആവും. അവർ തന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാണ്, എൻ്റെ ഇതൊക്കെ ഉണ്ടെന്ന് വന്ന് കൊടുക്കുകയാണ്. അതുകൊണ്ട് അവരറിയണതാണ്, അല്ലാതെ ഒന്നും പ്രത്യേക പ്രോസസ്സൊന്നുമില്ല. 2 വിധത്തിൽ ജ്ഞാനികൾക്ക് മറ്റുള്ളവരുടെ മനസ്സറിയാം. ഒന്ന് എന്താന്ന് വെച്ചാൽ, ഈ പോകുന്ന ആൾക്ക് അവരോട് അപാരമായ ഭക്തിയും ബഹുമാനവും ഉണ്ടെങ്കിൽ അദ്ദേഹം എന്താണ് എന്നുള്ളതിനെ കുറിച്ചുള്ള സകല അറിവും അവരിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും, അപ്പവും കൊടുക്കും. 2, വെറുത്തു കൊണ്ടുപോയാലും കൊടുക്കും. എന്താന്ന് വെച്ചാൽ, ഈ സൈക്കിക് എനർജി കമ്മ്യൂണിക്കേറ്റ്സ്. അതിങ്ങനെ ഡയറക്റ്റായിട്ട് ഹൃദയത്തിലേക്ക് കൊടുക്കും. അവർ മനസ്സിലാക്കും ഇവർ വന്നിരിക്കണവരാരാണ്, എന്ത് ഉദ്ദേശത്തോടെ വന്നിരിക്കണോ എല്ലാം. അല്ലെങ്കിൽ അവർക്ക് തന്നെ ഈശ്വരേച്ഛയാ ഈ വന്നിരിക്കുന്ന ആളെ ഏതെങ്കിലും വിധത്തിൽ സഹായിക്കാനുള്ള ഒരു കമ്പാഷൻ, ദയ, കാരുണ്യം ഉണ്ടാകണമെങ്കിൽ ആ കാരുണ്യ ശക്തി കൊണ്ട് ഇവരെ മുഴുവൻ വിഴുങ്ങിക്കളയും. ഇപ്പം ഈ അമ്മയ്ക്ക് ഇദ്ദേഹത്തിനെ കണ്ട ഉടനെ തുറച്ചു നോക്കിയപ്പോൾ തന്നെ മനസ്സിലായി, എരിഞ്ഞു വീഴാൻ ഞാൻ പക്ഷിയൊന്നും അല്ല എന്ന് പറഞ്ഞു. ആ ഇൻസ്റ്റന്റിൽ ഉണ്ടാവുന്നതാണ്. അപ്പൊ അദ്ദേഹം നമസ്കരിച്ചുകൊണ്ട് പറഞ്ഞു, അമ്മ നിങ്ങൾക്ക് ഈ സിദ്ധി എവിടുന്ന് ഉണ്ടായി? അമ്മ പറഞ്ഞു, ഇതെന്റെ സിദ്ധിയൊന്നും അല്ലപ്പാ. സിദ്ധി ആർക്ക്? സിദ്ധികളൊക്കെ ദുഃഖത്തിന് കാരണമാണ്. ഈ സിദ്ധിയൊന്നും താങ്കൾക്ക് പ്രയോജനപ്പെടില്ല. മനസ്സിന് ശാന്തി വേണം, പരിപൂർണ തൃപ്തി വേണം. ശാന്തിയാണ് എല്ലാറ്റിനേക്കാളും വലിയ സിദ്ധി. ബാക്കി സിദ്ധികളൊക്കെ ചെയ്യണമെങ്കിൽ മനസ്സ് വേണം. മനസ്സുള്ളത്തോളം സമാധാനം ഉണ്ടാവില്ല. ഈ മനസ്സ് ഒഴിഞ്ഞുപോയ ശാന്തി, അമനീഭാവസ്ഥിതിയെ അറിയണം. ഈ ജ്ഞാനം എനിക്ക് എവിടുന്ന് ഉണ്ടാവും? ഈ അമനീഭാവസ്ഥിതി എന്നുള്ള വാക്കേ ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. എല്ലാം മനസ്സുകൊണ്ടുള്ള വിദ്യയാണല്ലോ നമുക്ക്. മനസ്സിന് അതീതമായിട്ടുള്ള വിദ്യ, ബോധത്തിനെ കുറിച്ചുള്ള രഹസ്യം, അത് ആശ്ചര്യവത് ശൃണോതി. എവിടെയോ ആശ്ചര്യമായിട്ടാണ് ചെവിയിൽ വീണത്. ഞാനിത് എവിടുന്ന് പഠിക്കും? ഈ അമ്മ ഒരാശ്ചര്യമാണ് ഇയാൾക്ക്. ഇയാൾ വിചാരിച്ചിരിക്കുന്നത് കഠോരമായിട്ട് തപസ് ചെയ്തിട്ട് എന്തെങ്കിലുമൊക്കെ നേടണം. താൻ പ്രയത്നിച്ച് നേടിയതൊക്കെ ഈ അമ്മയുടെ നിസർഗമായ ജ്ഞാനത്തിന് മുമ്പിൽ തുച്ഛമായിട്ട് പോയി. അപ്പൊ ഈ അമ്മ പറഞ്ഞു, ശരി, ഒരു കാര്യം ചെയ്യൂ. ധർമ്മവ്യാധൻ എന്ന് പറഞ്ഞ ഒരാളുണ്ട്, അയാളുടെ അടുത്ത് പോയി ചോദിക്കുക, അയാൾ ഇതൊക്കെ പറഞ്ഞു തരും. അയാൾ എവിടെയാ ഉള്ളത്? കാശിയിലുണ്ടോ? പോയി ചോദിക്കും. ധർമ്മവ്യാധന്റെ അടുത്തേക്ക് പോയി ഈ കൗശിക ബ്രാഹ്മണൻ. അന്വേഷിച്ച് ഈ അമ്മ പറഞ്ഞ സ്ഥലം ധർമ്മവ്യാധനെ കുറെ ആളുകൾ അറിയണം. അന്വേഷിച്ച് പോയപ്പോൾ ഈ ധർമ്മവ്യാധൻ ഏതെങ്കിലും സന്യാസിയായിരിക്കും എന്ന് വിചാരിച്ചു. നമ്മൾ ജ്ഞാനത്തിനെ നമ്മളുടെ പ്രീ കൺസീവ്ഡ് ഐഡിയാസൊക്കെ വെച്ചുകൊണ്ട് അന്വേഷിച്ചാൽ പലപ്പോഴും കിട്ടില്ല. സന്യാസികളിലേ കിട്ടുള്ളൂ എന്ന് വിചാരിച്ച് അന്വേഷിച്ചു.
സന്യാസികളുടെ ഇടയിൽ അങ്ങനെ ഒരു പേരൊന്നും കിട്ടിയില്ല. ആരോ അറിവുള്ളവർ പറഞ്ഞു, ദാ ഇന്ന സ്ഥലത്ത് പോയാൽ കാണാം. പോകുമ്പോൾ ഒരു വൃത്തികെട്ട തെരുവ്, ആ തെരുവിൽ ഒരാൾ മാംസം വെട്ടിക്കൊണ്ടിരിക്കണം. ഇയാളെ കണ്ടപ്പോൾ തന്നെ അറയ്ക്കണം നാറുന്നു ബ്രാഹ്മണൻ. അയാൾ ദൂരത്തുനിന്ന് ചോദിച്ചു, ആ സ്ത്രീ പറഞ്ഞിട്ട് വരണതല്ലേ, ആ ഗൃഹസ്ഥ അമ്മ പറഞ്ഞിട്ട് വരണതല്ലേ, വരൂ, കൗശിക ബ്രാഹ്മണനല്ലേ ചോദിച്ചു. അത്രയും ഇദ്ദേഹത്തിന് ഈ ധർമ്മവ്യാധന്റെ ഈ ശക്തി കണ്ട് ആശ്ചര്യപ്പെട്ടു. എന്നിട്ട് ഈ ധർമ്മവ്യാധൻ തത്വോപദേശം ചെയ്തു ഈ ബ്രാഹ്മണനെന്നാണ് കഥ. അപ്പൊ ധർമ്മവ്യാധനോട് ചോദിച്ചു, ഇത്ര നീചമായ പ്രവൃത്തി ചെയ്യണു? അപ്പൊ ധർമ്മവ്യാധൻ പറഞ്ഞു, ഞാൻ നീചമായ പ്രവൃത്തി ചെയ്യണു, ഞാനായിട്ട് ആഗ്രഹിച്ച് ഇങ്ങനെ ഒരു പ്രവൃത്തി എടുത്തൊന്നുമില്ല. ഇതെൻ്റെ അംബീഷൻ ഒന്നുമല്ല, എൻ്റെ ഡിസയർ, എൻ്റെ ആഗ്രഹം കൊണ്ട് ഞാൻ ഈ പ്രവൃത്തി ചെയ്താൽ എനിക്ക് പണം കിട്ടുമെന്ന് പറഞ്ഞ് ഞാൻ ചെയ്യാൻ പുറപ്പെട്ടില്ല. പരമ്പരയായിട്ട് ഇങ്ങനെയൊരു വംശത്തിൽ ഞാൻ ജനിച്ചു. അത് ഈശ്വരേച്ഛ. എൻ്റെ അച്ഛനും മുത്തശ്ശനും ഒക്കെ ഇത് ചെയ്തുകൊണ്ടിരുന്നു. അത് ചെയ്തുകൊണ്ടേ ഇരിക്കുമ്പോഴാണ് എനിക്ക് ജ്ഞാനം ഉണ്ടായത്. ഞാൻ കർത്താവോ ഭോക്താവോ അല്ല. ആ സത്യജ്ഞാനം അറിഞ്ഞുകൊണ്ട് ശരീരം പിന്നെയും അതേ പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കണം, അത്രയേ ഉള്ളൂ. വിദുഷാ ക്രിയമാണം കർമ്മ അകർമ്മൈവ ആചാര്യസ്വാമികളുടെ ഭാഷ്യമാണ്. ഈ അറിവ് സിദ്ധിച്ചവൻ ചെയ്യുന്ന കർമ്മം കർമ്മമേ അല്ല, അകർമ്മമാണ്. അയാൾ ചെയ്യുന്ന കർമ്മമൊന്നും അയാളെ ബാധിക്കണേയില്ല, സ്പർശിക്കണേയില്ല എന്നാണ്. ആ കർമ്മം അയാൾക്ക് കർത്തൃത്വമില്ലാത്തത് കൊണ്ട് എന്നെ സ്പർശിക്കണില്ല. അപ്പോ ഈ കൗശിക ബ്രാഹ്മണൻ ഈ ധർമ്മവ്യാധനെ ആശ്ചര്യമായിട്ട് നോക്കാം. ഈ അടുത്ത കാലത്ത് അതുപോലെ ഒരു ജ്ഞാനി ഉണ്ടായിരുന്നു. മഹർഷിയുടെ അതേ, രമണ മഹർഷിയുടെ അതേ ഉപദേശമാർഗമായിരുന്നു അദ്ദേഹത്തിൻ്റെ പുസ്തകം അവസാന കാലത്ത് കാട്ടുതീ പോലെ പടർന്നു പിടിച്ചു. ബോംബെയിൽ ഇതുപോലെ ഒരു തെരുവിൽ, വൃത്തികെട്ട ഒരു തെരുവിലായിരുന്നു ജീവിച്ചിരുന്നത്. അദ്ദേഹത്തിൻ്റെ തൊഴിൽ എന്താ അറിയോ? ബീഡി തിരയ്ക്കാം. നിസർഗദത്ത മഹാരാജ് എന്ന് അദ്ദേഹത്തിൻ്റെ പേരായിരുന്നു. ബീഡി തിരയ്ക്കണ തൊഴിലായിരുന്നു. അദ്ദേഹം പഠിച്ചിട്ടില്ല, മറാത്തി ഭാഷയെ അറിയുള്ളൂ, വേറെ ഒന്നും അറിയില്ല. അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരനാരോ, കുടുംബസ്ഥൻ, 4-5 കുട്ടികളുമുണ്ട്. സിദ്ധരാമേശ്വർ മഹാരാജ് എന്ന് പറഞ്ഞ നവനാഥ് പന്തിലുള്ള ഒരു ജ്ഞാനിയുടെ അടുത്തേക്ക് ഇദ്ദേഹത്തിനെ കൂട്ടിക്കൊണ്ടുപോയി അത്രേ. ആ ജ്ഞാനി ഇദ്ദേഹത്തിന് തത്വോപദേശം ചെയ്തു. 2-3 വർഷത്തിനുള്ളിൽ അദ്ദേഹത്തിന് പൂർണ്ണമായി തത്വം തെളിഞ്ഞു കിട്ടി. ഗുരു ഉപദേശിച്ചത് അദ്ദേഹം തന്നെ നിസർഗദത്ത മഹാരാജനോട് ചോദിക്കുന്നുണ്ട്, അങ്ങേക്ക് എങ്ങനെ ഈ സാക്ഷാത്കാരം ഉണ്ടായി എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഗുരു പറഞ്ഞു, ഞാൻ വിശ്വസിച്ചു, അത്രയേ ഉള്ളൂ. ഗുരു പറഞ്ഞു, ആ പരമാത്മതത്വം നീയാണ് എന്ന് പറഞ്ഞു. ഞാനത് വിശ്വസിച്ചു. ഏകാന്തത്തിലിരുന്ന് ഞാൻ എന്താണ്, ഞാൻ ആരാണ്, ഞാൻ എന്നുള്ള സ്ഫൂർത്തിയെ ശ്രദ്ധിച്ചുകൊണ്ടേയിരുന്നു. ക്രമേണ ആ സ്ഫൂർത്തി തന്നെ വികസിച്ച് അനന്തമായ ആകാശം പോലെ പരന്നു പ്രപഞ്ചത്തിനെ മുഴുവൻ തൻ്റെ അകത്തേക്കാക്കി. നിർവികൽപ്പമായ സ്ഥിതി അനുഭവപ്പെട്ടു. ആ അനുഭൂതിയെ ഈ മനുഷ്യൻ അവിടെ വരുന്നവരോടൊക്കെ മറാത്തി ഭാഷയിൽ പറയും. നോക്കണം, ജ്ഞാനം ശരിക്കും ഉണ്ടായാൽ അത് പ്രചരിപ്പിക്കാൻ മെനക്കെടൊന്നും വേണ്ട എന്നുള്ളതിന് ഉത്തമ ദൃഷ്ടാന്തമാണ് അദ്ദേഹത്തിൻ്റെ ജീവിതം. ഒരിടത്തും ബോർഡ് വെച്ചില്ല, പ്രചരിപ്പിച്ചില്ല, ഒന്നും ചെയ്തില്ല. അവിടെ ഇരുന്ന് വരുന്നവരോടൊക്കെ പറഞ്ഞു മറാത്തി ഭാഷയിൽ. അങ്ങനെ ഇരിക്കുമ്പോൾ മോറിസ് ഫ്രീഡ്മാൻ എന്ന് പറയുന്ന ഒരു റഷ്യൻ, അദ്ദേഹം രമണ മഹർഷിയുടെ കൂടെ ഉണ്ടായിരുന്നു, മഹാത്മാഗാന്ധിയുടെ കൂടെ ഉണ്ടായിരുന്നു, കൃഷ്ണമൂർത്തിയുടെ കൂടെ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് ഇവരെയൊക്കെ പരിചയമുണ്ട്. മഹർഷിയുടെ ഒരു ഡെവോട്ടി ഭക്തനായിരുന്നു ഈ മോറിസ് ഫ്രീഡ്മാൻ. അദ്ദേഹത്തിന് മറാത്തി ഭാഷ നല്ലവണ്ണം അറിയാം. ഗാന്ധിജിയുടെ കൂടെ ഇന്ത്യയോട് വല്ലാത്ത പ്രേമമായിരുന്നു അദ്ദേഹത്തിന്. അതുകൊണ്ട് അദ്ദേഹത്തിന് സ്വാമി രാംദാസ് സന്യാസം കൊടുത്തപ്പോൾ ഭാരതാനന്ദ എന്ന് പേര് കൊടുത്തു. അത്ര ഇപ്പോൾ ഈ സ്ലം ഏരിയാസിലൊക്കെ പോയി അദ്ദേഹം സേവാപ്രവർത്തനം ചെയ്യും. അങ്ങനെ ഇവിടെ പോയപ്പോൾ ഒരു ബീഡിക്കടയിൽ ഇരുന്നിട്ട് ഒരാൾ വർത്തമാനം പറയണു, 4-5 പേര് കേട്ടുകൊണ്ടിരിക്കണു. ഇദ്ദേഹം നിന്നു, ശ്രദ്ധിച്ചു. മഹർഷിയുടെ കൂടെയൊക്കെ ഉണ്ടായിരുന്നത് കൊണ്ട് ആ മണം അദ്ദേഹത്തിന് അറിയാം. അവിടെ നിന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു, ദേശകാലങ്ങളൊക്കെ നിശ്ചലമായിട്ട് നിന്നു. പുരാതന കാലം മുതൽ ഉപനിഷത്ത് ഋഷികൾ എന്തു പറഞ്ഞുകൊണ്ടിരുന്നുവോ അതുപോലെ ഒരു സംവാദം, ആരും ശ്രദ്ധിക്കാനിടയില്ലാത്ത ഒരു ബീഡിക്കടയിലിരുന്ന് ഒരു ഋഷി വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കണു 4-5 പേരോട്. നോക്കണം, എത്രയോ ആശ്രമങ്ങൾ ഒഴിഞ്ഞു കിടക്കണു, പറയാൻ ആരുമില്ല, കേൾക്കാൻ ആരുമില്ല, അനുഭൂതി കാണാനില്ല. അമ്പലങ്ങളിൽ പോയാൽ കാണാനില്ല, തീർത്ഥക്ഷേത്രങ്ങളിൽ പോയാൽ മഹാത്മാക്കളെ തെരഞ്ഞു പോയാൽ കിട്ടണില്ല, ഹിമാലയത്തിലുണ്ടോ എന്ന് അന്വേഷിച്ചാൽ കിട്ടണില്ല. ചിലപ്പോൾ സ്ലം ഏരിയാസിലൊക്കെ ഒളിഞ്ഞു കിടക്കും അവർ. ഒരു ആള് പറഞ്ഞു, ട്രൂത്ത്
ഈസ് എ വെരി ഷൈ ക്രീച്ചർ. ആളുകൾ ശ്രദ്ധിക്കുന്നിടത്ത് വരില്ല അത്ര, എവിടെയോ അവിടത്ത് ഒളിഞ്ഞു പ്രത്യക്ഷപ്പെടും എന്നാണ്. നമ്മളൊക്കെ എവിടെ നോക്കിക്കൊണ്ടിരിക്കും? ആശ്രമങ്ങളിൽ നോക്കിക്കൊണ്ടിരിക്കും, അമ്പലങ്ങളിൽ നോക്കിക്കൊണ്ടിരിക്കും, തീർത്ഥക്ഷേത്രങ്ങളിൽ. എവിടെ ആളുകൾ കൂടുതൽ ശ്രദ്ധിക്കുന്നുണ്ടോ അവിടത്തെ വിട്ട് ശ്രദ്ധ പതിയാത്ത സ്ഥലത്ത് പോയി അത് പ്രത്യക്ഷപ്പെടും. അതാണ് അതിന് ആശ്ചര്യം എന്ന് പറയുന്നത്. ഇദ്ദേഹം പറഞ്ഞതിനെയൊക്കെ കാസറ്റിലാക്കി മറാത്തി ഭാഷയിൽ നിന്ന് ഇംഗ്ലീഷിൽ വിവർത്തനം ചെയ്ത് ഐ ആം ദാറ്റ് എന്നുള്ള പേരിൽ ഒരു പുസ്തകം പ്രകാശിപ്പിച്ചു. അത് കാട്ടുതീ പോലെ ലോകത്തിന് മുഴുവൻ പടർന്നു പിടിച്ചു. ഒരുപാട് ജിജ്ഞാസുക്കൾ ആ മനുഷ്യൻ്റെ അടുത്തേക്ക് അവസാന കാലത്താണ്, 70 വയസ്സ് 70, 75, 80 വയസ്സിന് മേലെ അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് വരുമായിരുന്നു. അപ്പോ ആശ്ചര്യവത് പശ്യതി കശ്ചിതേനം. ആശ്ചര്യം എന്താണ്? മോസ്റ്റ് അൺഎക്സ്പെക്റ്റഡ് പ്ലേസ്, മോസ്റ്റ് അൺഎക്സ്പെക്റ്റഡ് പേഴ്സൺ. ഭാഗവതം മുഴുവൻ ആശ്ചര്യമല്ലേ? പ്രഹ്ലാദൻ അസുരവംശത്തിൽ ജനിച്ച കുട്ടി, അതും ചെറിയ കുട്ടി, ആശ്ചര്യം. നാരദ മഹർഷി ഇതിലൊരു റിസർച്ച് ചെയ്തു. ജ്ഞാനം ആളുകൾക്ക് ഉപദേശിക്കണം. നാരദൻ ആദ്യം ജനറലായിട്ടുള്ള ഐഡിയ വെച്ചുകൊണ്ട് ആരംഭിച്ചു. എല്ലാം ജീവിതത്തിലെ സുഖങ്ങളൊക്കെ അനുഭവിച്ച ശേഷം, ഭോഗങ്ങളൊക്കെ അനുഭവിച്ച ശേഷം വയസ്സായിട്ടിരിക്കുന്ന ആളുകളെ പിടിച്ച് ഉപദേശിച്ചാൽ അവർക്ക് മനസ്സിലാവും. എന്താണെന്ന് വെച്ചാൽ വേറെ ആഗ്രഹമൊന്നും ഉണ്ടാവില്ലല്ലോ എന്നൊരു ആശയം വെച്ചുകൊണ്ട് നാരദൻ വയസ്സായവരെയൊക്കെ പിടിച്ചു. അവരൊക്കെ ഇങ്ങനെ കേൾക്കും, കേട്ടുകൊണ്ടേ ഇരിക്കും, വരും, ഇങ്ങനെ ഉറങ്ങിപ്പോകും. അത് കഴിഞ്ഞിട്ട് പറയും, നിങ്ങൾ നല്ലവണ്ണം പ്രസംഗിച്ചു കേട്ടോ, ഞങ്ങളുടെ അവിടേക്കും വരണം എന്നൊന്ന് വിളിച്ചിട്ട് പോകും. നാരദനും മതിയായി. ഇവരുടെ സർട്ടിഫിക്കറ്റ് കൊടുക്കലും പട്ടം കൊടുക്കലും ഇതൊക്കെ കണ്ടിട്ട് നാരദന് മതിയായി. അവരൊന്നും ഉപയോഗിക്കണില്ല, അവരൊന്നും ശ്രദ്ധിക്കണമില്ല, ജീവിതത്തിലൊന്നും പ്രയോജനപ്പെടണില്ല. മാത്രമല്ല ചിന്താസക്ത, പഴയ കാര്യങ്ങളുടെ ഇംപ്രഷൻസൊക്കെ ഉണ്ടായിപ്പോയിരിക്കണു അവർക്ക്. അപ്പം നാരദൻ തീരുമാനിച്ചു, ഇവർക്ക് ഉപദേശിച്ചിട്ട് കാര്യമില്ല, ചെറുപ്പക്കാരെ പിടിക്കണം. അതാണ് നമുക്ക് ഇടക്കാലത്ത് നമ്മളുടെ സ്പിരിച്വൽ ഫീൽഡിലുണ്ടായ മറ്റൊരു തെറ്റിദ്ധാരണ. ചെറുപ്പക്കാർക്ക് മനസ്സിലാവും എന്നൊരു ധാരണ. യങ്സ്റ്റേഴ്സ് അവരെ പിടിച്ചാൽ നടക്കും. അങ്ങനെ ഈ നാരദ മഹർഷി കുറേ ആളുകളെ പിടിച്ചു. അവർ കേൾക്കണു, അവർ വലിയ വലിയ കാര്യങ്ങൾ അത് കേട്ടിട്ട് അവരുടെ അംബീഷൻസിനനുസരിച്ച് അതിനെയൊക്കെ മാറ്റും. ഗീത പറയുമ്പോൾ കേട്ടോണ്ടേയിരിക്കും. ഇത് എങ്ങനെ നമുക്ക് ബിസിനസ്സിൽ പ്രയോഗിക്കാം, എങ്ങനെ പണം ഉണ്ടാക്കാൻ പ്രയോഗിക്കാം, ഈ വിദ്യയെ എങ്ങനെ ഇൻഡസ്ട്രി വലുതാക്കാൻ പ്രയോഗിക്കാം, അങ്ങനെയൊക്കെ ആലോചിക്കണമെന്നല്ലാതെ ആരും സത്യത്തിലേക്ക് പോകണില്ല. അപ്പം നാരദൻ അവരോടും ഫെയിലുവറായി. പിന്നെ നാരദൻ തീരുമാനിച്ചു, ഇവരെയും വിടുക, ചെറിയ കുട്ടികളെ പിടിക്കണം. കുട്ടികൾ, വളരെ ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള കുട്ടികളെ പിടിച്ചാൽ അവർക്ക് മനസ്സിലാവും എന്ന് തീരുമാനിച്ചിട്ടാണ് ധ്രുവനെ പിടിച്ചത്. 5 വയസ്സ് കുട്ടി. ഈ കുട്ടി വീട്ടിൽ നിന്ന് തപസ്സിന് ഇറങ്ങി പുറപ്പെട്ടപ്പോൾ നാരദ മഹർഷി വന്നു വഴിയിൽ. കുഞ്ഞെ എവിടേക്കാ പോണത്? ഞാൻ തപസ്സിന് പോവുകയാണ്. എന്തിനാ ഈ പ്രായത്തിൽ തന്നെ തപസ്സോ? എന്നെ ചിറ്റമ്മ അപമാനിച്ചു, അതുകൊണ്ട് എനിക്ക് ആ അപമാനം സഹിക്കാൻ വയ്യ, ഉത്തമസ്ഥാനം നേടാനായി തപസ്സിന് പോവുകയാണെന്ന്. അപ്പൊ നാരദ മഹർഷി പറഞ്ഞു, നാഥുനാപി അപമാനം വാ സമ്മാനം വാപി പുത്രക ലക്ഷയാമ കുമാരസ്യ സക്തസ്യ ക്രീഡനാദിഷു. ചെറിയ കുട്ടിയാണ് നീ, കുമാരനാണ്. ഈ പ്രായത്തിൽ എന്താ അപമാനം സമ്മാനവും ഒക്കെ? ഇതൊക്കെ മാറ്റി നിർത്തൂ. ആത്മാവിൽ അപമാനം സമ്മാനം ഒന്നുമില്ല, ഒക്കെ സമമായിട്ട് കാണണം. കളിപ്പാട്ടം വെച്ച് കളിക്കേണ്ട പ്രായത്തിൽ ഈ അപമാനം സമ്മാനം എന്നൊക്കെ പറയണമല്ലോ, ഇതൊക്കെ മാറ്റി നിർത്തി സമദർശിത്വം നേടി ശാന്തി നേടൂ, എല്ലാവരെയും ആത്മാവായിട്ട് കാണൂ എന്ന് പറഞ്ഞു. ധ്രുവൻ പറഞ്ഞു, നാരദരെ അങ്ങ് പറയണതൊക്കെ എനിക്ക് മനസ്സിലാവണുണ്ട്, പക്ഷെ എനിക്ക് വയ്യ, ഞാൻ ക്ഷത്രിയനാണ്, എൻ്റെ ഉള്ളിൽ ഒരാളോട് വെറുപ്പ് വന്നാൽ അത് മാറ്റാൻ പറ്റില്ല, അതുകൊണ്ട് ഞാൻ തപസ് ചെയ്ത് ഉത്തമസ്ഥാനം നേടും. നാരദന് വിഷമമായി. വാസ്തവത്തിൽ ധ്രുവനും തൃപ്തി ആയില്ല, നാരദ മഹർഷിക്ക് തൃപ്തിയായില്ല. ശരി, തപസ് ചെയ്യാൻ ഉദ്ദേശിച്ചുവല്ലോ, എന്തായാലും കാമ്യ തപസ്സാണെങ്കിലും ഭഗവാനെ കാണുന്നത് നല്ലതാണ്. ശരി, വാസുദേവ മന്ത്രം ഉപദേശിച്ച് വൃന്ദാവനത്ത് പോയി തപസ് ചെയ്യുമെന്ന് പറഞ്ഞു വെച്ചു. അപ്പം നാരദ മഹർഷി തീരുമാനിച്ചു, ഭൂമിയിൽ സ്പർശിച്ച അപകടം പുറത്തിറങ്ങുന്നതിന് മുമ്പ് പിടിക്കണം. ഗർഭത്തിലുള്ളപ്പോൾ തന്നെ പിടിക്കണം. പുറത്തിറങ്ങിയാൽ ശരിയാവില്ല, പുറത്തിറങ്ങിയാൽ അവിദ്യ തുടങ്ങിപ്പോകും. അതുകൊണ്ട് അവിദ്യ തുടങ്ങുന്നതിന് മുമ്പ് ഗർഭത്തിലിരിക്കുമ്പോൾ പിടിക്കണം എന്ന് തീരുമാനിച്ചു നാരദ മഹർഷി. അങ്ങനെയാണ് അതിൻ്റെ ഫസ്റ്റ് ഫോം, എംബ്രിയോ ഫോമിൽ പിടിക്കണം. അതെ, അങ്ങനെ പിടിച്ചു പ്രഹ്ലാദനെ.
അതും ഏത് വംശം? അസുരവംശം. അല്ല ബ്രാഹ്മണ വംശത്തിൽ ഏതോ ധാരാളം തപസ് ചെയ്ത വംശം, ഋഷി വംശത്തിലൊക്കെ ജനിച്ചു എന്ന് വെച്ചാൽ പോട്ടെ. ഹിരണ്യകശിപു, വിഷ്ണുദ്വേഷിയായ ഹിരണ്യകശിപുവിൻ്റെ ഭാര്യയായ കയാധുവിൻ്റെ ഗർഭത്തിൽ കിടക്കുന്ന ബീജത്തിനെ പിടിച്ച് തൻ്റെ ആശ്രമത്തിൽ ഇരുത്തി നാരദ മഹർഷി തൻ്റെ തപസ്സു, തൻ്റെ ജ്ഞാനത്തിനെ മുഴുവൻ ചിത്ശക്തിയിലൂടെ അങ്ങോട്ട് പ്രവഹിപ്പിച്ചു. അതായത് കയാധുവിന് ഉപദേശിച്ചു. കയാധുവിനോട് പറഞ്ഞു, അമ്മ, ശരീരം വേറെ ആത്മാ വേറെ. ജായത്തെ അസ്ഥി വർദ്ധത്തെ വിപരിണമത്തെ അഭക്ഷീയത്തെ വിനശ്യതി. ശരീരത്തിന് 6 വികാരങ്ങളുണ്ട്. ആത്മാ ഇതുകൊണ്ടൊന്നും ബാധിക്കുന്നില്ല. ജാഗ്രത്, സ്വപ്നം, സുഷുപ്തി എന്ന് 3 അവസ്ഥകൾ ഈ ജീവനുണ്ട്. ജാഗ്രത്തിൽ ശരീരത്തോടെ ഇരിക്കുന്നു, മനസ്സ് പ്രവർത്തിക്കണു, ഞാൻ ഉണ്ട്. സ്വപ്നത്തിൽ ശരീരമില്ല, മനസ്സ് മാത്രം പ്രവർത്തിക്കണു, ഞാനുണ്ട്. സുഷുപ്തിയിൽ ശരീരവുമില്ല, മനസ്സുമില്ല, പക്ഷെ ഞാനുണ്ട്. അപ്പൊ ഈ ഞാൻ ശരീരവുമല്ല, മനസ്സുമല്ല, ശുദ്ധമായ ബോധസ്വരൂപമായി പരിണാമമില്ലാത്ത സാക്ഷിയാണ്. ഈ സാക്ഷിവിദ്യയെ കയാധുവിന് ഉപദേശിച്ചു. ഇതൊക്കെ ഭാഗവതത്തിൽ നോക്കിക്കൊള്ളുക, എൻ്റെ വാക്കുകളൊന്നുമല്ല. ബുദ്ധേർ ജാഗരണം സ്വപ്ന സുഷുപ്തിരിതി വൃത്തയ ഏനൈവ അനുഭൂയന്തെ സോധ്യക്ഷ പുരുഷസ്മൃത. ഭാഗവതത്തിലെ ശ്ലോകമാണ്. ജാഗരണം, സ്വപ്നം, സുഷുപ്തി ഇതൊക്കെ ബുദ്ധിക്കാണ്, ആത്മാവിനല്ല എന്ന തത്വം കയാധുവിന് ഉപദേശിച്ചു. കയാധു ഉറങ്ങിപ്പോയി. പക്ഷേ ഗർഭത്തിൽ കിടക്കുന്ന ശിശു ഗ്രഹിച്ചിട്ട് ജനിക്കുമ്പോൾ പൂർണ്ണനായിട്ട് ജനിച്ചു. അതുകൊണ്ടാണ് ആ ശിശുവിന് പ്രഹ്ലാദൻ എന്ന് പേര്. പ്രകർഷേണ ഹ്ലാദമുള്ളവൻ, ആനന്ദമുള്ളവൻ എന്നർത്ഥം. ധ്രുവന്റെ തപസ് കേട്ടാൽ നമ്മൾ പേടിച്ചു പോകും. 5 മാസം ആ കുട്ടി കഠിന തപസ്. എന്നിട്ടോ ആ തപസ് എന്തിനു വേണ്ടിയിട്ടാ? കാമ്യ തപസ്സാണേ. അതുകൊണ്ടാണ് ഇത്രയൊക്കെ വിഷമിക്കേണ്ടി വന്നത്. ആ തപസ് ചെയ്തിട്ടും ധ്രുവൻ കരയാണ്. ഭഗവാനെ കണ്ടിട്ട് പോകുമ്പോൾ കരഞ്ഞുകൊണ്ട് പോകുന്നു. കഷ്ടം, ഞാനിങ്ങനെ ഒരു വിഡ്ഢിയായിട്ട് പോയല്ലോ. ഭവച്ഛിതമയാചേഹം ഭവം ഭാഗ്യവിവർജിത. സംസാരത്തിനെ വേരോടെ പറിച്ചു കളയുന്ന പ്രഭുവിനെ കണ്ടിട്ട് ഞാനൊരു സംസാര സുഖത്തിനെയും വാങ്ങിക്കൊണ്ടാണല്ലോ തിരിച്ചു പോണത്. എനിക്ക് പ്രയോജനപ്പെട്ടില്ലല്ലോ. ഇങ്ങനെ കരഞ്ഞുകൊണ്ടു പോകുന്നു. അന്ന് തന്നെ നാരദ മഹർഷി ഉപദേശിച്ചത് ഞാൻ കേട്ടില്ലല്ലോ എന്ന് കരഞ്ഞുകൊണ്ടുപോയി അവസാനം മനു വന്ന് ഉപദേശിച്ചിട്ടാണ് ധ്രുവന്റെ മനസ്സൊന്ന് ശമിക്കുന്നത്. പക്ഷെ പ്രഹ്ലാദന് എവിടെയെങ്കിലും ഭാഗവതത്തിലൊന്ന് കാണിച്ചൊരു പ്രഹ്ലാദൻ പഷ്ണി കിടന്നു എന്നോ ഒറ്റക്കാലിൽ നിന്ന് തപസ് ചെയ്തു എന്നോ? ഹിരണ്യകശിപു തപസ് ചെയ്തു, അത് കാമ്യ തപസ്. പ്രഹ്ലാദന് നിസർഗമായ ഭക്തി, ജഗത്ത് മുഴുവൻ ഭഗവത് സ്വരൂപം, തന്നെ കൊല്ലാൻ വരുന്ന അച്ഛനോട് പോലും വിരോധമില്ല, ആരോടും വെറുപ്പില്ല. സദാ സകലതും ബ്രഹ്മമയം പ്രഹ്ലാദനാണ്. പൂർണ്ണനായിട്ടിരിക്കണു പ്രഹ്ലാദൻ. പൂർണ്ണത പ്രഹ്ലാദനിൽ വന്നു. ഈ പൂർണ്ണത എവിടുന്ന് വന്നു? ജ്ഞാനത്തിൽ നിന്ന് വന്നു. ശ്രദ്ധ ആത്മാവിൽ പതിഞ്ഞതുകൊണ്ട് ജഗത്ത് മുഴുവൻ ആത്മസ്വരൂപം. ശ്രദ്ധ ശരീരത്തിൽ പതിഞ്ഞാൽ ജഗത്ത് മുഴുവൻ ജഡം. ശ്രദ്ധ മനസ്സിൽ പതിഞ്ഞാൽ ജഗത്ത് മുഴുവൻ ചിത്തമയം, മനോമയം. ശ്രദ്ധ ബോധത്തിൽ പതിഞ്ഞാൽ, പ്രജ്ഞയിൽ പതിഞ്ഞാൽ ജഗത്ത് മുഴുവൻ ബോധമയം, ചൈതന്യമയം. ചൈതന്യമയമായിട്ട് പ്രഹ്ലാദൻ കണ്ടു. അപ്പോൾ നാരദ മഹർഷി അങ്ങനെയാണ് പ്രഹ്ലാദനെ പിടിച്ചെടുത്തത്. പ്രഹ്ലാദനെ പോലെ ഒരു കുട്ടിയിൽ ജ്ഞാനം പ്രകാശിക്കുന്നുവെങ്കിൽ ആശ്ചര്യം. ഓരോരുത്തർ കഠിനമായിട്ട് തപസ് ചെയ്തിട്ട് അവർക്ക് കിട്ടണില്ല. അതാണ് രാമകൃഷ്ണ പരമഹംസർ പറയും, ഈശ്വരൻ കൊച്ചു കുട്ടികളെ പോലെയാണ്. ചിലർ ആ കുട്ടിയുടെ കയ്യിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ തരൂ 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 എന്ന് പറഞ്ഞാൽ കൊടുക്കില്ല. അല്ലെങ്കിൽ വരൂ വരൂ എന്ന് ചില കുട്ടികളെ വിളിച്ചാൽ അവർ വരില്ല. ചിലപ്പോൾ ആരെങ്കിലും ആ കുട്ടികൾക്ക് പ്രത്യേകിച്ച് ഇഷ്ടപ്പെട്ട അവരെടുത്ത് പോയി തോളിൽ കൈയിട്ടിട്ട് കയറിയിരിക്കും. ഇതുപോലെ ഈ സത്യം എവിടെ പ്രകാശിക്കണു, എങ്ങനെ പ്രകാശിക്കണു എന്ന് ഒരു നിയമം വയ്ക്കാൻ പറ്റില്ല. ആചാര്യസ്വാമികൾ പറഞ്ഞു, ആകാശത്തിൽ പറക്കുന്ന പക്ഷിയുടെ റൂട്ട് കണ്ടുപിടിക്കാൻ പറ്റില്ല, വെള്ളത്തിൽ പോണ മീനിൻ്റെ റൂട്ട് കണ്ടുപിടിക്കാൻ പറ്റില്ല. അതുപോലെയാണ് ജ്ഞാനം നേടിയവരുടെ ഗതിയും. വിഹഗാനാം യഥാകാശേ ജലേ വാരിചരസ്യ. ആകാശത്തിലുള്ള പക്ഷികളുടെയും വെള്ളത്തിലുള്ള മീനിൻ്റെയും റൂട്ട് പോലെ അത്ര ജ്ഞാനികൾ. അതുകൊണ്ട് ആശ്ചര്യവത് പശ്യതി കശ്ചിതേനം. വളരെ ആശ്ചര്യം. ജ്ഞാനികൾ എങ്ങനെ ഉണ്ടാവണമെന്ന് പറയാൻ വയ്യ. എവിടെയൊക്കെയോ ഉണ്ടാവും, എങ്ങനെയൊക്കെയോ ഉണ്ടാവും. ആശ്ചര്യവത് പശ്യതി കശ്ചിതേനം. അതിനൊരു നിയമം പുറത്ത് നോക്കിയിട്ട് നമുക്കൊന്നും കാണാനില്ല.
നമ്മൾ എന്തൊക്കെ നിയമം പറഞ്ഞാലും ആ നിയമത്തിനെയൊക്കെ ലംഘിച്ചുകൊണ്ട് ചിലർ ജ്ഞാനികളാവണം, ചിലർ ആത്മാവിനെ കണ്ടെത്തുന്നു. അപ്പൊ ഈ ആത്മാ ഒരു ആശ്ചര്യ വസ്തു. ആശ്ചര്യവത് പശ്യതി കശ്ചിതേനം. ഇനിയിപ്പോ കണ്ടെത്തിയാലും ആശ്ചര്യവത് വദതി തഥൈവ ചാന്യഃ. ഈ കണ്ടെത്തിയവൻ പറയണതുണ്ടല്ലോ, അനുഭൂതിയിൽ നിന്ന് പറയുക എന്നുള്ളത് വളരെ അപൂർവം. പലരും കണ്ടെത്തി കഴിഞ്ഞാൽ ആ അനുഭൂതി രസത്തിൽ മുഴുകി നിന്നുപോകും. തൂഷ്ണീം ഭവതി, ആ മൗനത്തിൽ തന്നെ നിശ്ചലമായിട്ട് പോകും. അവർക്ക് പറയണമെന്ന് തോന്നില്ല എന്നാണ്. അനുഭവിച്ചാൽ പറയണമെന്ന് തോന്നില്ല. ബുദ്ധൻ അനുഭവിച്ചപ്പോൾ മിണ്ടില്ല എന്ന് തീരുമാനിച്ചു അത്രേ. നിങ്ങൾ ബുദ്ധഗയയിൽ പോയാൽ ആ ബോധിവൃക്ഷത്തിന്റെ ചുവട്ടിൽ അദ്ദേഹം 2 ആഴ്ചയോ മറ്റോ ഇരുന്നു. അത് കഴിഞ്ഞ് അവിടുന്ന് എഴുന്നേറ്റിട്ട് വലതുവശത്ത് മുകളിൽ കയറിയിട്ട് അനിമേഷലോചന ബുദ്ധൻ എന്ന് എഴുതി വെച്ചിട്ടുണ്ടാവും അവിടെ. കണ്ണ് ചിമിട്ടാതെ, അനിമേഷലോചന എന്ന് വെച്ചാൽ ചിമിട്ടാത്ത കണ്ണ് ചിമിട്ടാതെ ആ ബോധിവൃക്ഷത്തിനെയും നോക്കിക്കൊണ്ടിരുന്നു അത്രേ 2 ആഴ്ച. ഒരു തീരുമാനവും ഇല്ല. നിശ്ചലമായി താൻ അനുഭവിച്ച സുഖത്തിനെ അനുഭവിച്ചുകൊണ്ട് അവിടെ തന്നെ ഇരുന്നു, ഒന്നും മിണ്ടിയില്ല. അപ്പോ ഒരു ദേവത ഇറങ്ങി വന്നു എന്നാണ് അവർ പറയണത്. ബ്രഹ്മസമ്പത്തി എന്ന് പറയണ ദേവത. ആ ദേവത വന്ന് പറഞ്ഞു അത്രേ, അങ്ങയുടെ അനുഭൂതിയെ പുറത്തു പറയണം. ബുദ്ധൻ പറഞ്ഞു, ഞാൻ ആനന്ദമായിട്ടിരിക്കണു, ഞാൻ പറഞ്ഞ ആളുകളൊന്നും മനസ്സിലാക്കില്ല, അവരോട് പറഞ്ഞിട്ട് എന്ത് കാര്യം? അങ്ങനെയല്ല, അങ്ങ് പറയണത് മനസ്സിലാക്കാൻ കഴിവുള്ള കുറേ ആളുകളെങ്കിലും ലോകത്തിൽ ഇപ്പോഴും ഉണ്ട്. അവർക്ക് അങ്ങ് പറഞ്ഞിട്ടില്ലെങ്കിൽ വലിയ നഷ്ടമാവും. അവർക്ക് വേണ്ടി പറയണം, അല്ലാതെ എല്ലാവർക്കും വേണ്ടിയല്ല. അങ്ങനെ പറഞ്ഞു ഒരുപാട് നിർബന്ധിച്ചപ്പോഴാണ് ബുദ്ധൻ പറയാൻ ആരംഭിക്കുന്നത്. ആശ്ചര്യവത് വദതി. ആചാര്യസ്വാമികൾ 12ാമത്തെ വയസ്സിലാണ് കാശിയില് ബ്രഹ്മവിദ്യയെ പറഞ്ഞു തുടങ്ങിയത്. ശങ്കരൻ തന്നെ ആശ്ചര്യമല്ലേ? വിവേകാനന്ദ സ്വാമി പറയുന്നു, that boy Shankara was a wonder. ആചാര്യസ്വാമികളെ കുറിച്ച് വിവേകാനന്ദ സ്വാമികൾ പറയുന്നത്, then God arose in south. This time it was in the form of that wonderful boy Shankara. Everything was wonder with that boy. എല്ലാം ആശ്ചര്യമായിരുന്നു. 12 വയസ്സിൽ 8 വയസ്സിൽ വീട് വിട്ടുപോവുക, 12 വയസ്സിൽ സത്യം അറിഞ്ഞ് കാശിയിൽ വന്ന് പറഞ്ഞു തുടങ്ങുക, 32 വയസ്സിനുള്ളിൽ ഭാരതം മുഴുവൻ നടക്കുക, എഴുതിയിട്ടുള്ള കൃതികളോ അത് തന്നെ ഒരു ആശ്ചര്യം. അപ്പൊ ആശ്ചര്യം എന്ന് വെച്ചാൽ ശങ്കരാചാര്യർ ഒരു ആശ്ചര്യം. അപ്പൊ ആശ്ചര്യവത് പശ്യതി കശ്ചിതേനം. രമണ മഹർഷി ഒരു ആശ്ചര്യമല്ലേ? ഒരു പുസ്തകം പഠിച്ചിട്ടില്ല. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഏതോ പുസ്തകം പഠിച്ച് ഭഗവത്ഗീതയോ ഉപനിഷത്തോ കേട്ടിട്ടാണെങ്കിൽ പോട്ടെ. ഒരിക്കൽ മഹർഷിയുടെ മുമ്പിൽ ആരോ വിചാരസാഗരം എന്നുള്ള പുസ്തകം വായിച്ചു. അതിലത്തെ കാര്യങ്ങൾ, ശാസ്ത്രത്തിലുള്ള ന്യായശാസ്ത്രം, മറ്റു വിചാരങ്ങളെയൊക്കെ വായിച്ചു. അത് കേട്ട് കഴിഞ്ഞപ്പോൾ മഹർഷി എന്താ പറഞ്ഞു അറിയോ? എൻ്റെ ഒരു ഭാഗ്യം, ഇതൊന്നും ഞാൻ ആദ്യം വായിച്ചില്ല എന്നാണ്. ഇതൊക്കെ വായിച്ചിരുന്നുവെങ്കിൽ എവിടെയും എത്താതെ വട്ടത്തിരിഞ്ഞ് നിൽക്കുമായിരുന്നു. നേരെ സത്യത്തിലേക്ക് വന്ന് സത്യത്തിൽ നിലച്ചത് കൊണ്ട് രക്ഷപ്പെട്ടു. അല്ലെങ്കിൽ ഇങ്ങനെ ചുറ്റിത്തിരിയും. കൺഫ്യൂഷൻ. ആളുകൾ കൺഫ്യൂഷനിൽ പെട്ടുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോ ആശ്ചര്യമല്ലേ? ഒരു പുസ്തകം വായിച്ചിട്ടില്ല, ബ്രഹ്മം എന്നുള്ള വാക്കേ കേട്ടിട്ടില്ല. അദ്ദേഹത്തിന് ഈ സാക്ഷാത്കാരം ഉണ്ടാകുമ്പോൾ ബ്രഹ്മം എന്നൊരു വാക്കുപോലും അദ്ദേഹം കേട്ടിട്ടില്ല. 16ാമത്തെ വയസ്സിൽ പഠിച്ചിട്ടുള്ളത് സ്കൂളിൽ കുറച്ച് ബൈബിൾ പഠിപ്പിച്ചിട്ടുണ്ട്. അന്ന് വെള്ളക്കാരുടെ കാലമല്ലേ. ഇപ്പൊ ഗവൺമെന്റ് സ്കൂളിൽ കുറച്ച് ബൈബിൾ പഠിപ്പിച്ചിട്ടുണ്ട് എന്നല്ലാതെ കുറെ തമിഴ് തേവാരം കുറച്ച് പഠിച്ചിട്ടുണ്ട്. പക്ഷെ അതൊന്നും ഓർമ്മയുണ്ടായിരുന്നില്ല അദ്ദേഹത്തിന്. അതൊന്നും സീരിയസ് ആയിട്ട് പഠിച്ചിട്ടുമില്ല. കേവല അഭിമാനത്തിന് വേണ്ടിയുള്ള മതപരമായ പഠനത്തിലോ വയറ്റിന് വേണ്ടിയുള്ള ചാപ്പാട്ടിന് വേണ്ടിയിട്ടുള്ള വിദ്യാഭ്യാസത്തിലോ രണ്ടിലും രുചി ഉണ്ടായിരുന്നില്ല അദ്ദേഹത്തിന്. അങ്ങനെയുള്ള ആൾക്ക് ഈ പരിപൂർണ സാക്ഷാത്കാരം, അപൂർവമായ ബ്രഹ്മനിഷ്ഠ, അത് ആശ്ചര്യമല്ലേ? ആശ്ചര്യവത് പശ്യതി കശ്ചിതേനം. ആശ്ചര്യമായിട്ട് ഇതിനെ കണ്ടെത്തുന്നവർ ഒരു അത്ഭുതം. അവർക്ക് എപ്പോൾ വരണമെന്ന് പറയാൻ വയ്യ. ഗുരുനാനാക്കിന് ആദ്യമായി സമാധി അനുഭവം ഉണ്ടായത് ഒരു ആശ്ചര്യമാണ്. അദ്ദേഹം പലചരക്ക് കടയിൽ സാമാനം പൊതിഞ്ഞു കൊടുക്കുന്ന ജോലിയിലായിരുന്നു. അപ്പൊ ആരോ ഗോതമ്പ് വാങ്ങിക്കാൻ വന്നു.
ഗോതമ്പ് വാങ്ങിക്കാൻ വന്നപ്പോൾ ഓരോ ഇടങ്ങഴിയായിട്ട് അളന്നിട്ടിട്ട് 1 2 3 4 5 6 7 8 9 10 11 12 11 12 13 തേര എന്നാണ്. ആ തേര എന്നുള്ളത് എത്തിയപ്പോൾ അർത്ഥം മാറിപ്പോയി അദ്ദേഹത്തിന് ഉള്ളില്. തേരാ 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 എന്ന് പറഞ്ഞ് ഉള്ള ഗോതമ്പൊക്കെ വാരിയിട്ടു അത്രേ. തേര എന്ന് വെച്ചാൽ എല്ലാം അവിടുത്തെയാണ് എന്നാണ്. ഹിന്ദിയിൽ തേര എന്ന് വെച്ചാൽ 13 എന്നൊരർത്ഥം വരാം. എല്ലാം അവിടുത്തെയാണെന്നുള്ള ഓർമ്മ വന്നു പോയതുകൊണ്ട് സർവസ്വവും തൻ്റെ എല്ലാം അർപ്പിക്കുന്ന ഭാവം, സമാധി അദ്ദേഹത്തിനും ഉണ്ടായി. കണ്ണിൽ കണ്ണീര് പെരുകി ഡാൻസ് കളിക്കാൻ തുടങ്ങി അവിടെ നിന്നിട്ട്. ആ പലചരക്ക് കടക്കാരൻ അയാളൊരു ഭക്തനായിരുന്നു. അയാൾക്ക് ഇദ്ദേഹത്തിന് ഏർപ്പെട്ട അനുഭൂതിയുടെ വൈശിഷ്ട്യം മനസ്സിലായി എന്നാണ്. ആശ്ചര്യവത് പശ്യതി കശ്ചിതേനം. ഇത് ആശ്ചര്യമല്ലേ? എല്ലാം എപ്പോ വരും? ഭഗവാൻ നമ്മൾ ധ്യാനത്തിന് വേണ്ടി മെഡിറ്റേഷൻ സീറ്റിലിരിക്കുമ്പോഴൊന്നും ചിലപ്പോൾ ഇത് വരില്ല. ചിലപ്പോൾ മോസ്റ്റ് അൺഎക്സ്പെക്റ്റഡ് സമയത്തായിരിക്കും ഇത്തരം അനുഭൂതി ദശകളൊക്കെ വരുന്നത്. രാമകൃഷ്ണ പരമഹംസർ കൊച്ചുകുട്ടിയായിരിക്കുമ്പോൾ ഒരു ദിവസം പാടത്തുകൂടെ നടക്കുകയായിരുന്നു. മലര് തിന്നുകൊണ്ട് നടക്കുകയായിരുന്നു, പൊരി. അത് തിന്നുകൊണ്ട് ഇങ്ങനെ നടക്കുമ്പോൾ ആകാശത്തിൽ ഇങ്ങനെ കൊക്കുകൾ പറക്കണത് കണ്ടു. നീലാകാശത്തിൽ വെളുത്ത കൊറ്റികൾ ഇങ്ങനെ കാർമേഘങ്ങൾക്ക് നടുവിലൂടെ പറക്കണത് കണ്ടപ്പോൾ മനസ്സ് ശരീരത്തിനെ വിട്ടുപോയി. അഖണ്ഡമായി ചിതാകാശത്തിൽ പറക്കുന്ന ജീവനെക്കുറിച്ച് ഒരു സ്മൃതി ഉണ്ടായി. ഒക്കെ മറന്നുപോയി. രാമകൃഷ്ണദേവൻ തന്നെ പറയണു, ബാഹ്യപ്രജ്ഞ അറ്റു വീണുപോയി എന്നാണ്. ഒരു ദിവസം മുഴുവൻ പ്രജ്ഞ ഉണ്ടായിരുന്നില്ല, ഉള്ളിൽ പരമാനന്ദ നിർവൃത്തി. ആദ്യത്തെ അദ്ദേഹത്തിന്റെ സമാധി അനുഭവം, സാക്ഷാത്കാരം ശരിക്കും അപ്പോൾ ഉണ്ടായിക്കഴിഞ്ഞു. അപ്പം തന്നെ ഉണ്ടായിക്കഴിഞ്ഞു. പിന്നെയൊക്കെ അതിൻ്റെ ഫർദർ മൂവ്മെന്റ്സാണ്. ആദ്യത്തെ സാക്ഷാത്കാരവും അപ്പോൾ ഉണ്ടായിക്കഴിഞ്ഞു. രണ്ടാമത് ശിവരാത്രി ദിവസം യാത്രാക്കളി എന്നാണ് പറയുക. ബംഗാളിലൊക്കെ നാടകം പോലെ നടത്തും അവർ. ജോത്രോ എന്ന് പറയും അവർ. അവർക്ക് ഈ ആ എന്നൊന്നും വരില്ല. ബംഗാളികൾക്ക് എല്ലാം ഓ ആണ്, കാ വരില്ല, കോ ആണ്. അതുകൊണ്ട് ഒരു ബംഗാളിയോട് ഹാപ്പി ന്യൂ ഇയർ എന്ന് പറഞ്ഞപ്പോൾ അതുപോലെ അയാൾക്ക് ഇവർക്ക് സാ വരില്ല, ഷാവാണ്. ഹാപ്പി ന്യൂ ഇയർ എന്ന് പറഞ്ഞപ്പോൾ ഷെയിം ടു യു എന്ന് പറഞ്ഞു അത്രേ. അവർക്ക് സാ വരില്ല, ചില വാക്കുകളൊന്നും വരില്ല. ശിവരാത്രി ദിവസം ശിവനായിട്ട് വേഷം കെട്ടണം നാടകത്തില്. ആ വേഷം കെട്ടേണ്ട ആള് വന്നില്ല. അദ്ദേഹത്തിന് ഗദാധർ ഭട്ടാചാര്യ എന്നാണ് പേര്, രാമകൃഷ്ണ പരമഹംസർ. ഗദാധർ എന്നാണ് അദ്ദേഹത്തിന്റെ പൂർവ്വനാമം. ഗദാധരനെ കൊണ്ട് ശിവനായിട്ട് വേഷം കെട്ടിപ്പിച്ചു. ഓരോന്ന് ജട വെച്ചു, തലയിൽ ചന്ദ്രകല വെച്ചു, രുദ്രാക്ഷമിട്ടു, ഒരു പാമ്പിന്റെ രൂപമൊക്കെ ഇട്ടു. ഓരോന്ന് കഴിയുമ്പോഴേക്ക് ഇദ്ദേഹത്തിന് ബാഹ്യപ്രജ്ഞ പോയി ആ ശിവഭാവത്തില് നിന്ന് ആടാൻ തുടങ്ങി. സ്റ്റേജിൽ കൊണ്ടുവന്ന് നിർത്തിയതോടുകൂടി ആ നിപ്പ് തന്നെ നിശ്ചലമായിട്ട് കണ്ണിന്ന് ധാരധാരയായിട്ട് കണ്ണീരൊഴുകിക്കൊണ്ടിരിക്കുന്നു. അവിടെ അങ്ങോട്ട് വീണു. നാടകം നടിക്കേണ്ട ആൾ നാടകമൊന്നും നടിച്ചില്ല. കാണേണ്ടവര് ശരിക്ക് പ്രത്യക്ഷമായി ശിവനെ കണ്ടു. ആശ്ചര്യവത് പശ്യതി കശ്ചിതേനം. ആശ്ചര്യമാണ്. എപ്പോ ഉണ്ടാവും, എങ്ങനെ ഉണ്ടാവും ഒന്നും പറയാൻ വയ്യ. ഇന്ന സ്ഥലത്തൊന്നൊന്നുമില്ല, ഇന്ന സമയത്തൊന്നൊന്നുമില്ല. ഈ ആത്മദർശനത്തിന് ദേശകാലങ്ങളൊന്നും ബാധകമല്ല. അപ്രതീക്ഷിതമായിട്ട് ഈ അനുഭൂതി ഉള്ളില് സ്ഫുരിക്കുന്നു. ആശ്ചര്യവത് പശ്യതി കശ്ചിതേനം. ആശ്ചര്യവത് വദതി തഥൈവ ചാന്യ. ഇതിനെ അനുഭവിച്ചു കഴിഞ്ഞാൽ അതിനെ പറയുന്നു ആശ്ചര്യം. കേൾക്കുന്നവർക്ക് ആ അനുഭൂതിയിൽ നിന്നുള്ള വാക്കുകൾ ആശ്ചര്യമായിരിക്കും. അനുഭവത്തിൽ നിന്നുള്ള വാക്കുകൾ കേൾക്കുന്നവർക്ക് ഒരു ആശ്ചര്യം. ആശ്ചര്യവത് വദതി തഥൈവ ച അന്യഃ. ആശ്ചര്യവച്ച ഏനം അന്യ ശൃണോതി. കേൾക്കണവരുണ്ടല്ലോ അവരും ആശ്ചര്യം എന്നാണ്. പറയണ ആള് മാത്രമല്ല. എന്താണെന്ന് വെച്ചാൽ യഥാർത്ഥ കേൾമായിട്ട് കേൾക്കുന്നവർ വളരെ അപൂർവമാണ്. പലരും കേൾക്കും, പക്ഷേ ശ്രവിക്കുന്നവർ വളരെ അപൂർവമാണ്. അന്തഃശ്രോത്രം കൊണ്ട് ശ്രവിക്കാം, പുറമേക്കുള്ള ശ്രോത്രമല്ല. ബുദ്ധൻ വൈശാലിയിൽ നിന്നും രാജഗൃഹത്തിലേക്ക് നടന്നു.
ഒരു ഗ്രാമത്തിൽ താമസിക്കണു. അടുത്ത ഗ്രാമത്തിലേക്ക് അദ്ദേഹത്തിന് ഇന്ന പ്ലാനൊന്നുമില്ല. ഒരു ദിവസം എഴുന്നേറ്റ് നടന്നപ്പോൾ ശിഷ്യന്മാരൊക്കെ കൂടെ നടന്നു, ബുദ്ധൻ്റെ കൂടെ. അടുത്ത ഗ്രാമത്തിൽ അദ്ദേഹം ചെന്നു. അവരൊക്കെ രാമകൃഷ്ണദേവൻ പറയും ഉണക്ക ഇലയെ പോലെയാണെന്ന്. ഉണങ്ങി വീണ ഇലയ്ക്ക് ഇന്ന സ്ഥലത്ത് പറക്കണം എന്ന് അതിന് ഇച്ഛയൊന്നുമില്ല. കാറ്റ് എവിടെ കൊണ്ടുപോകണോ അവിടെയൊക്കെ പറക്കും. അതുപോലെ ഈ ഒരു ഗ്രാമത്തിൽ നിന്ന് ഇനിയൊരു ഗ്രാമത്തിലേക്ക് നടന്നു. ആ ഗ്രാമത്തിൽ എത്തി ഒരു മരത്തിൻ്റെ ചുവട്ടിൽ ഇരുന്നപ്പോൾ അനേക സഹസ്രം ആളുകൾ ബുദ്ധൻ പറയണത് കേൾക്കാനായിട്ട് മുമ്പിൽ വന്നിരുന്നു. ഇവരൊക്കെ വന്ന് ഇരുന്നിട്ടും ബുദ്ധൻ വായ തുറന്നില്ല. അപ്പോൾ കൂടെ ഇരിക്കുന്ന ബുദ്ധൻ്റെ ഒരു ബന്ധുവാണ് ആനന്ദൻ. ആനന്ദൻ ബുദ്ധനോട് പറഞ്ഞു, ഭഗവാനെ ഇത്ര പേര് വന്നിരിക്കണു, അങ്ങെന്താ ഒന്നും പറയാതിരിക്കണത്? ബുദ്ധൻ പറഞ്ഞു, ഇവരൊക്കെ വന്നിരിക്കണു, പക്ഷെ ഇവരാരും ഞാൻ പറയണത് ശ്രവിക്കില്ല. ശ്രവിക്കുന്ന ആള് വന്നാൽ ഞാനപ്പോൾ പറയും. അപ്പൊ ആനന്ദൻ ചോദിച്ചു, ഇത്ര സന്യാസികൾ ഇരിക്കുന്നു, ഇവരാരും കേൾക്കില്ലേ? ഇല്ല, അവർ കേൾക്കും, പക്ഷെ ശരിക്ക് ശ്രവിക്കില്ല. രാജാക്കന്മാർ വന്നിരിക്കുന്നു, പ്രഭുക്കൾ വന്നിരിക്കുന്നു, അനേക സാധാരണ ആളുകളും ഇരിക്കുന്നു, അനേക സഹസ്രം പേര് ഇരിക്കുന്നു, അപ്പോഴൊന്നും മിണ്ടിയില്ല അത്രേ. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ചെറിയ പെൺകുട്ടി, വിറക് പെറുക്കാനായിട്ട് വന്ന കുട്ടി, അമ്മ വിറക് പെറുക്കി കൊണ്ടുപോകാൻ പറഞ്ഞപ്പോൾ വിറക് പെറുക്കി തലയിൽ കെട്ടിവെച്ച് പോവാണ്. പോണ വഴിയിൽ ഇവിടെ എന്താ തിരക്ക് എന്ന് നോക്കിയിട്ട് അവിടെ വന്ന് നിന്നു. ആ കുട്ടിയെ കണ്ട ഉടനെ ബുദ്ധൻ പറയാൻ തുടങ്ങി എന്നാണ്. ആ ശ്രവണം ഏർപ്പെട്ട ഉടനെ ആ കുട്ടിയുടെ തലയിൽ നിന്ന് വിറക് കെട്ട് ചുവട്ടിലിട്ട് നിശ്ചലമായിട്ട് നിന്നു ആ കുട്ടി ഗ്രഹിച്ചു എന്നാണ്. ആ കുട്ടിക്ക് സത്യം ഗ്രഹിക്കാനുള്ള പക്വതയുണ്ടായി. ആശ്ചര്യവച്ചേനം അന്യശൃണോതി. അപ്പൊ പണ്ഡിതന്മാര് കേൾക്കണമെന്നോ കഴിവുള്ള ബുദ്ധിശക്തിയുള്ളവർക്ക് കേൾക്കാൻ കഴിയും ഒന്നും പറയാൻ വയ്യ. ആരാ കേൾക്കുക എന്ന് പറയാൻ വയ്യ, എപ്പ കേൾക്കുന്നു പറയാൻ വയ്യില്ല. ഈ ശ്രവണം ആശ്ചര്യവച്ചേനം അന്യഹ ശൃണോതി. അങ്ങനെ മറ്റു പലരും കേൾക്കണുണ്ടല്ലോ, ഒരുപാട് പേര് കേൾക്കണുണ്ട് അല്ലേ? ഇന്നത്തെ കാലത്ത് കേൾക്കാൻ നമുക്ക് എത്ര സൗകര്യം. ടേപ്പ് റെക്കോർഡറുണ്ട്, CD ഉണ്ട്, CD പ്ലെയറുണ്ട്, പിന്നെ പുസ്തകങ്ങൾ വായിക്കാം, എവിടെയൊക്കെയോ കേൾക്കണു. അങ്ങനെ ധാരാളം ബാഹ്യശ്രവണം ചെയ്താലും ശ്രുത്വാപി ഏനം വേദന ചൈവ കശ്ചിത്. അങ്ങനെ കേട്ടാലും അധികം പേരും ഇവനെ അറിയുന്നില്ല എന്നാണ്. എന്താന്ന് വെച്ചാൽ മനസ്സുകൊണ്ട് പിടിക്കാൻ ശ്രമിക്കുകയാണ്. മനസ്സിന്റെ മണ്ഡലത്തിൽ നിൽക്കും തോറും ഇവൻ അകപ്പെടുന്നില്ല, ഉള്ളില് കുടുങ്ങണില്ല വസ്തു. ശ്രുത്വാപ്യേനം വേദന ചൈവ കശ്ചിത്. ഇവനെ കേട്ടാലും പലരും അറിയുന്നില്ല, ചിലർ അറിയുന്നില്ല. ശ്രുത്വാപ്യേനം വേദന ചൈവ കശ്ചിത്. അതാണ് കഠോപനിഷത്തിൽ യമൻ പറഞ്ഞു, ശ്രവണായാപി ബഹുഭിർയോ ന ലഭ്യഃ ശൃണ്വന്തോപി ബഹവോ യം ന വിദ്യുഃ ആശ്ചര്യോ വക്ത കുശലോസ്യ ലബ്ധ ആശ്ചര്യോ ജ്ഞാത കുശലാനുശിഷ്ട. അനേക സഹസ്രം പേരിൽ കേൾക്കാൻ പോലും പലർക്കും കിട്ടണില്ല, കേട്ടാലും പലരും മനസ്സിലാക്കണില്ല. ഇതിനെ അറിഞ്ഞ് അനുഭവിച്ച് പറയുന്നവൻ ആശ്ചര്യം, അതിനെ ശരിക്ക് ഗ്രഹിച്ചവൻ ആശ്ചര്യം. കുശലോസ്യ ലബ്ധ. ശരിയായൊരു ആചാര്യൻ മുഖേന ഇത് കേട്ട് അറിഞ്ഞ് സത്യത്തിനെ കണ്ടെത്തിയവൻ ലോകത്തിലെ ഏറ്റവും ആശ്ചര്യമായൊരു വസ്തുവാണ്. കുശലാനുശിഷ്ട. വിദ്യാരണ്യ സ്വാമികൾ അവരുടെ അടുത്ത് പറയുന്നു, ഇങ്ങനെ വേദാന്ത പ്രഭാഷണം എവിടെയോ നടക്കണു, തെരുവിലൂടെ ആരോ പോയിക്കൊണ്ടിരിക്കുമ്പോൾ കൂട്ടുകാരോ ആരെങ്കിലുമൊക്കെ പറഞ്ഞു, അവിടെ എന്തോ നടക്കണു, നമുക്കൊന്ന് കേട്ടിട്ട് പോവാം, വരൂ എന്ന് പറഞ്ഞ് പിടിച്ചു വലിച്ചുകൊണ്ട് വരണം. അങ്ങനെ വന്നിട്ട് അവർ വന്ന് കേൾക്കണതുണ്ടല്ലോ, അവരുടെ ഉള്ളിൽ എന്തോ ആത്മാ, ബ്രഹ്മം, മുക്തി, ഈ സംസാരത്തിൽ നിന്ന് വിമുക്തി സാധ്യമാണ്, ഈ ബന്ധത്തിൽ നിന്ന് വിച്ഛേദം സാധ്യമാണ്, സ്വാതന്ത്ര്യം നേടാൻ കഴിയും എന്നുള്ള ഈ സന്ദേശം ഉള്ളിൽ വീഴുന്നത് തന്നെ ഈ ജീവന്റെ ജീവിതയാത്രയിൽ ഏറ്റവും മുഖ്യമായ ഘട്ടമാണെന്ന്. അത് അയാൾക്ക് അറിയും. അയാൾ ചിലപ്പോൾ ഒരു പക്ഷേ 5 മിനിറ്റ് ഇരുന്നിട്ട് എഴുന്നേറ്റ് പോകുമായിരിക്കും. പക്ഷേ ആ ഇരുന്നിട്ട് പോണ സമയത്ത് ഹൃദയത്തിൽ വീഴുന്ന ഈ കാര്യമുണ്ടല്ലോ, ഇത് ലൗകിക വർത്തമാനമല്ല. ജ്ഞാനികളെ സംബന്ധിച്ചിടത്തോളം കഥ പറഞ്ഞാൽ പോലും ലൗകിക വർത്തമാനം. സദാശിവ ബ്രഹ്മേന്ദ്ര സ്വാമികൾ ഒരിക്കൽ തമിഴ്നാട്ടിൽ ഒരു തെരുവിലൂടെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരിടത്ത് ആളുകൾ ചീട്ട് കളിച്ചുകൊണ്ട് വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കണേ. അപ്പോൾ സ്വാമികളുടെ കൂടെ ഒരാൾ നടക്കണുണ്ട്, സ്വാമികളെ ശ്രദ്ധിച്ചുകൊണ്ട്.
അടുത്ത തെരുവിലേക്ക് പോയപ്പോ അവിടെ ഒരാൾ പുരാണം പറഞ്ഞുകൊണ്ടിരിക്കണു, കഥ. അവിടെയും കുറെ ആളുകൾ ഇരിക്കുന്നുണ്ട്. അപ്പൊ സദാശിവ ബ്രഹ്മേന്ദ്രർ പറഞ്ഞു അത്രേ, അന്ത തെരുവിലെ ഇന്ദലോക വമ്പ്, ഇന്ത തെരുവിലെ അന്തലോക വമ്പ്. ആ തെരുവില് ഈ ലോകത്തിലെ ഗോസിപ്പിംഗ്, ഈ ലോകത്തിനെ കുറിച്ചുള്ള വമ്പ് എന്ന് വെച്ചാല് വെടി പറഞ്ഞുകൊണ്ടിരിക്കുക. ഈ തെരുവില് ആ ലോകത്തിലെ കാര്യങ്ങളൊക്കെ പൊളിറ്റിക്സ് ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കണമെന്നാണ്. അവിടെ ദേവന്മാർ യുദ്ധം ചെയ്തു, അസുരന്മാർ യുദ്ധം ചെയ്തു, ശണ്ട കൂടി, അവരെന്തോ നേടി എന്നൊക്കെ പറഞ്ഞ് അവിടുത്തെ കഥ. ഇത് രണ്ടും അവർക്ക് ലോകവർത്തമാനമാണ്. അപ്പോ ഇതല്ലാതെ ഉള്ള വിഷയം, അപൂർവമായ വിഷയം എന്താണ്? എൻ്റെ ഉള്ളിൽ ഇവിടെ ഇപ്പൊ തന്നെ കണ്ടെത്താവുന്ന ഒരു വലിയ സത്യമുണ്ട്. ഞാൻ ഈ ശരീരമല്ല, ഞാൻ മനസ്സല്ല, ഞാൻ ബുദ്ധിയോ അഹങ്കാരമോ അല്ല. ഇതൊക്കെ അല്ല എന്ന് തള്ളിക്കളഞ്ഞാൽ തള്ളാനും കൊള്ളാനും കഴിയാതെ അവശേഷിക്കുന്ന അറിവ്, സച്ചിദാനന്ദം, അവബോധം, ആ പ്രജ്ഞയാണ് എൻ്റെ യഥാർത്ഥ സ്വരൂപം. മനോബുദ്ധി അഹങ്കാര ചിത്താനിനാഹം നച ശ്രോത്രജിഹ്വേ നച ഘ്രാണനേത്രേ നച വ്യോമഭൂമിർന തേജോനവായു ചിദാനന്ദരൂപ ശിവോഹം ശിവോഹം. ചിദാനന്ദരൂപമായ ആ ശിവം, പ്രജ്ഞയാണ് ഞാൻ എന്നുള്ളത് ഒരു ക്ഷണനേരത്തേക്കെങ്കിലും കേട്ട് ആ ക്ഷണത്തിലേക്കെങ്കിലും ചിത്തം നിശ്ചലമായിട്ട് നിന്നാൽ 100 അശ്വമേധം ചെയ്തതിനേക്കാളും ഫലമാണ്. 100 അശ്വമേധം ചെയ്താൽ ദേവലോകത്ത് പോയി ഇന്ദ്രനായിട്ട് തിരിച്ചു വരാം. പക്ഷെ ഈ സത്യം അല്പം ഗ്രഹിച്ചാൽ ശരീരത്തിലിരിക്കുമ്പോൾ തന്നെ പരിപൂർണമായി വിമുക്തനാവാം. അപ്പൊ ഈ സത്യം, അത്ര ഉജ്ജ്വലമായ ഈ അമൃതം, ഈ അമൃതത്തിനെ കേൾക്കണവൻ ആശ്ചര്യം, പറയണവൻ ആശ്ചര്യം, അറിഞ്ഞനുഭവിക്കുന്നവൻ അത്യാശ്ചര്യം. ആശ്ചര്യവത് പശ്യതി കശ്ചിദേനം ആശ്ചര്യവത് വദതി തഥൈവ ചാന്യഃ ആശ്ചര്യവച്ചേനം അന്യ ശൃണോതി ശ്രുത്വാപി ഏനം വേദന ചൈവ കശ്ചിത്. സാധാരണ ഇത് കേട്ടാൽ അധികം പേരും ശരിക്ക് ഗ്രഹിക്കണില്ല. ഗ്രഹിച്ചില്ലെങ്കിൽ എന്തു വേണം? ഗ്രഹിക്കുന്നവരെ മനനം ചെയ്യണം. മനസ്സിലായിട്ടില്ലെങ്കിൽ മനസ്സിലാകണവരെ കടയണം ഉള്ളിലിട്ട്. അരേ അയമാത്മാ ദ്രഷ്ടവ്യ. മൈത്രേയി ചോദിച്ചു യാജ്ഞവൽക്യനോട്. യാജ്ഞവൽക്യന്റെ ഭാര്യ മൈത്രേയി യാജ്ഞവൽക്യ മഹർഷിയോട് ചോദിച്ചു, അങ്ങ് പറഞ്ഞു തരൂ, ജീവിതത്തിൽ പരിപൂർണ നിർവൃത്തി വേണമെങ്കിൽ ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു. ഭർത്താവ് എല്ലാം വിട്ടിട്ട് പോവാൻ നിൽക്കുകയാണ്. അപ്പൊ യാജ്ഞവൽക്യം പറഞ്ഞു, ഡോ മൈത്രേയി, അരയേ മൈത്രേയി എന്നാണ് സംസ്കൃതത്തിൽ ഡോ മൈത്രേയി എന്ന് വിളിക്കുക. ഡോ മൈത്രേയി, ആത്മാവിനെ കണ്ടെത്തേണ്ടിയിരിക്കുന്നു. ആത്മാദ്രഷ്ടവ്യ. എങ്ങനെ കണ്ടെത്തും? ശ്രോതവ്യോ മന്തവ്യോ നിധിധ്യാസിതവ്യ. ആദ്യം അറിഞ്ഞ് അനുഭവിച്ചവരിൽ നിന്നും ഈ ആത്മാവിനെ കേൾക്കണം. കേട്ടിട്ട് നല്ലവണ്ണം തെളിയണ വരെ വിചാരം ചെയ്തുകൊണ്ട് ഉള്ളിലിട്ട് കടയണം. മന്തവ്യ. എന്നിട്ടോ അവസാനം തൈര് കടയുമ്പോൾ വെണ്ണ പിരിഞ്ഞു വരുന്ന പോലെ ഈ ജഡത്തിൻ്റെ ഉള്ളിൽ ഈശ്വരൻ തെളിഞ്ഞു വരും, ബോധം തെളിഞ്ഞു വരും. ഊനുക്കുൾ ഈശൻ ഒളിന്തിരുന്നാനേ. ഈ ശരീരത്തിൻ്റെ ഉള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന സർവേശ്വരൻ വേർപിരിഞ്ഞു പ്രകാശിക്കും. ആ വേർപിരിഞ്ഞു പ്രകാശിക്കുന്ന പ്രജ്ഞയെ കണ്ടെത്തി അനുഭവിക്കണവരെ കടഞ്ഞുകൊണ്ടേയിരിക്കണം എന്നാണ്. ശ്രോതവ്യോ മന്തവ്യോ നിധിധ്യാസിതവ്യ. ശ്രവണം ചെയ്യുക, മനനം ചെയ്യുക, അനുഭവിക്കുക. അപ്പോ നമുക്കിവിടെ ഭഗവാൻ ശ്രവണത്തിനുള്ള ഭാഗ്യം സിദ്ധിച്ചിരിക്കും. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താ? മനനം, നിധിധ്യാസനം നമ്മളുടേതാക്കി തീർക്കുക. നിധിധ്യാസനം എന്ന് വെച്ചാൽ നിശ്ചലമായിട്ട് മനസ്സ് സ്വരൂപത്തിൽ നിൽക്കലാണ് നിധിധ്യാസനം. ചലിക്കാതെ മനസ്സ് ആത്മവസ്തുവിൽ നിൽക്കുമ്പോൾ, പ്രജ്ഞാമയമായിട്ട് ബോധമയമായിട്ട് നിൽക്കുമ്പോൾ ഉള്ളിലെ ആനന്ദം നിറഞ്ഞു തുളുമ്പുന്ന സ്ഥിതിയാണ് നിധിധ്യാസനം. അല്ലാതെ ചിത്തവൃത്തിയുടെ സ്വരൂപമല്ല നിധിധ്യാസനം. അങ്ങനെ ഉള്ള നിധിധ്യാസനം സിദ്ധിച്ചവൻ ആശ്ചര്യം എന്ന് പറഞ്ഞ് അടുത്ത ശ്ലോകം. ദേഹി നിത്യമവധ്യോയം ദേഹേ സർവസ്യ ഭാരത തസ്മാത് സർവാണി ഭൂതാനി ന ത്വം ശോചിതുമർഹസി.
ഹേ ഭാരത, സർവസ്യ ദേഹേ, എല്ലാവരുടെ ദേഹത്തിലുമുള്ള ഈ ദേഹി നിത്യം ശാശ്വതമായി അവധ്യ, വധിക്കാൻ കഴിയാത്തവനാണ്, നശിപ്പിക്കാൻ കഴിയാത്തവനാണ്. തസ്മാത്, അതുകൊണ്ട് സർവാണി ഭൂതാനി, ഒരു പ്രാണികളെ കുറിച്ചും നീ ദുഃഖിക്കേണ്ട ആവശ്യമില്ല. തസ്മാത് സർവാണി ഭൂതാനി നത്വം ശോചിതും അർഹസി എന്ന് പറഞ്ഞ് കുറച്ചുകൂടെ ലോവർ പ്ലെയിനിൽ ഇറങ്ങുമെന്ന് ഭഗവാൻ പറയാണ്. സ്വധർമ്മത്തിന്റെ തലം. സ്വധർമ്മമപി ചാവേക്ഷ്യ ന വികമ്പിതുമർഹസി ധർമ്യാദ്ധിയുദ്ധാത് ശ്രേയോന്യത് ക്ഷത്രിയസ്യ ന വിദ്യതേ. സ്വധർമ്മം അപി ച അപേക്ഷ്യ, സ്വധർമ്മത്തിന്റെ തലത്തിൽ നിന്ന് നോക്കുകയാണെങ്കിലും ന വികമ്പിതുമർഹസി, ചലിക്കാൻ പാടില്ല. എന്തുകൊണ്ട് എന്ന് വെച്ചാൽ ധർമ്മയുദ്ധം ചെയ്യുക എന്നുള്ളതിനേക്കാളും ക്ഷത്രിയന് ശ്രേയസ്കരമായിട്ട് മറ്റൊന്നില്ല. ധർമ്മത്തിന് വേണ്ടി, ലോകക്ഷേമത്തിനായി, ലോകമംഗളത്തിനായി, മറ്റുള്ളവരെ രക്ഷിക്കാനായിട്ട് യുദ്ധം ചെയ്യുക എന്നുള്ളതിനേക്കാളും ക്ഷത്രിയന് ശ്രേയസ്കരമായിട്ട് വേറെ ഒന്നും ഇല്ല. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ തനിക്ക് സ്വർഗത്തിനുള്ള ദ്വാരം തുറന്നിട്ടിരിക്കണം. അത് ധർമ്മശാസ്ത്രങ്ങൾ പറയുന്നതാണ്. ധർമ്മയുദ്ധത്തിൽ മറ്റുള്ളവർക്ക് വേണ്ടി ശരീരം ത്യജിക്കുന്നവൻ ഉയർന്ന ലോകത്തിനെ പ്രാപിക്കും. ഒരുപക്ഷെ ജ്ഞാനം നേടിയിട്ടില്ലെങ്കിലും അവന് ഉയർന്ന ഒരു മണ്ഡലത്തിൽ ജനനം ഉണ്ടാവും. അതാണ് ഭഗവാൻ അടുത്ത ശ്ലോകത്തിൽ പറയുന്നത്. യദൃച്ഛയാ ചോപപന്നം സ്വർഗദ്വാരമപാവൃതം സുഖിനഃ ക്ഷത്രിയാഃ പാർത്ഥ ലഭന്തേ യുദ്ധമീദൃശം. ഹേ പാർത്ഥ, യദൃച്ഛയ എന്ന് വെച്ചാൽ പ്രതീക്ഷിക്കാതെ അഥവാ നിയതിക്കനുസരിച്ച്, സ്വർഗദ്വാരം യദൃച്ഛയാ അപാവൃതം. എതിർച്ചയാ അങ്ങക്ക് ഈ യുദ്ധം കിട്ടിയിരിക്കണം. ഈ യുദ്ധത്തിലൂടെ സ്വർഗത്തിലേക്കുള്ള ദ്വാരം തുറന്നിട്ടിരിക്കണം. സ്വർഗം എന്ന് വെച്ചാൽ എന്താ? ഉയർന്ന ഒരു എക്സിസ്റ്റൻസ്. മനുഷ്യ ശരീരം വിട്ടുപോയാൽ പോലും തനിക്ക് ഒരു നാശവും വരില്ല. കാരണം എത്രയോ ജനങ്ങളെ രക്ഷിക്കാൻ വേണ്ടിയാണെന്ന് യുദ്ധം ചെയ്യണം. അല്ലെങ്കിൽ അവർക്കൊക്കെ ജീവിതം നരകമാവും. അവരെ രക്ഷിക്കാൻ വേണ്ടി യുദ്ധം ചെയ്ത് നീ മരിച്ചാൽ പോലും സ്വർഗദ്വാരം അപാവൃതം. അങ്ങനെയുള്ള ഒരു സേവ ചെയ്യാൻ കിട്ടിയിരിക്കുന്ന ക്ഷത്രിയന്മാര് സുഖിനഹ, അവര് ഭാഗ്യവാന്മാരാണ്. സുഖിനഹ ക്ഷത്രിയാഹ പാർത്ഥ. ഒരു വശത്ത് വേറൊരർത്ഥം എന്താന്ന് വെച്ചാൽ ക്ഷത്രിയന്മാർ ഒരു വശത്ത് സുഖമായിട്ടിരിക്കും, അല്ലേ? രാജാവാണെങ്കിൽ എല്ലാ സുഖസൗകര്യങ്ങളോടുകൂടെയും നല്ല കിടക്കയും വീശാൻ ആളുകളും കുളിക്കാൻ എന്താ പറയാം സുഗന്ധദ്രവ്യങ്ങൾ നിറച്ചിരിക്കുന്ന കുളവുമൊക്കെ അത്ര അവർക്ക്. ഇത്രയൊക്കെ ഉള്ള ആ ക്ഷത്രിയന്മാര്, ഇത്ര സുഖിച്ച് ശരീരഭോഗത്തിലിരിക്കുന്നവര് ഒരു ക്ഷണം ലോകരക്ഷയ്ക്ക് ധർമ്മത്തിന് വേണ്ടി യുദ്ധം ചെയ്ത് ശരീരം മുഴുവൻ രക്തം കുളിച്ച് യുദ്ധഭൂമിയിൽ കിടക്കാനും തയ്യാറാണ്. രണ്ടു വശവും അവരിലുണ്ട്. ഒരു വശത്ത് ശരീരം സുഖമായിട്ട് വെക്കുന്നു, വേറെ ഒരു വശത്ത് രക്തത്തിൽ കുളിച്ച് മരിക്കാനും തയ്യാറായിട്ട് യുദ്ധത്തിന് ഇറങ്ങണം. അങ്ങനെയുള്ള ക്ഷത്രിയന്മാർക്ക് അവർ ഭാഗ്യവാന്മാരാണ്. അവർക്ക് ഇങ്ങനെയുള്ള യുദ്ധം കിട്ടുന്നു. ലഭന്തേ യുദ്ധമീദൃശം. ഇനിയിപ്പോ ഈ സ്വധർമ്മത്തിനെ താൻ ചെയ്തിട്ടില്ലെങ്കിൽ എന്തു വരും? അതാണ് ഭഗവാൻ അടുത്ത ശ്ലോകം പറയണത്. അഥ ചേത്വമിമം ധർമ്മ്യം സംഗ്രാമം ന കരിഷ്യസി തതഃ സ്വധർമ്മം കീർത്തിം ച ഹിത്വാ പാപമവാപ്സ്യസി. അഥ ഇനിയിപ്പോ ചേത് ഇമം ധർമ്മ്യം സംഗ്രാമം ന കരിഷ്യസി. ഈ ധർമ്മയുദ്ധം നീ ചെയ്തിട്ടില്ലെങ്കിൽ സ്വധർമ്മത്തിനെയും നഷ്ടമാക്കും. തനിക്കൊരു കീർത്തിയുണ്ട്, യശസ്, ലോകത്തിലൊരു പ്രസിദ്ധിയുണ്ട്, അതും നഷ്ടമാകും. എന്നിട്ട് വലിയ പാപവും വന്നു ചേരും. എന്താ പാപം? താൻ ചെയ്യേണ്ടത് ചെയ്തിട്ടില്ലെങ്കിൽ ആ ചെയ്യാനുള്ള വാസന ഒഴിഞ്ഞു പോവാതെ ഉള്ളില് കറുത്ത മേഘം പോലെ കിടന്നിട്ട്
സ്വരൂപ സുഖത്തിനെയോ മറച്ചു കളയും. അതിനെയാണ് പാപം. പാപം എന്ന് വെച്ചാൽ പുറമേക്ക് ആരെങ്കിലും നമ്മളെ ശിക്ഷിക്കാൻ നിൽക്കുകയല്ല. ചെയ്യേണ്ട ധർമ്മം ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾക്ക് ഒഴിഞ്ഞു പോകേണ്ട വാസനകൾ ഉള്ളിലുള്ളത് അവിടെ തന്നെ കിടക്കും. അതവിടെ കിടന്നിട്ട് ഒരു കറുത്ത മേഘം പോലെ, സൂര്യനെ മറയ്ക്കുന്ന മേഘം പോലെ ഉള്ളിലിരുന്ന് സുഖത്തിനെ മറച്ചു കളയും. അതുകൊണ്ട് ഹിത്വ പാപമവാപ്സ്യസി, ഭയങ്കരമായ പാപം തനിക്ക് വന്നു തീരും. മാത്രമല്ല ലൗകിക ദൃഷ്ട്യാ നോക്കിയാൽ എന്തു സംഭവിക്കും? അകീർത്തിം ചാപി ഭൂതാനി കഥയിഷ്യന്തി തേ വ്യയാം സംഭാവിതസ്യ ച കീർത്തിഃ മരണാദതിരിച്യത്തെ ഭയാദ് രണാദുപരതം മംസ്യന്തെ ത്വാം മഹാരഥാഃ യേഷാം ച ത്വം ബഹുമതോ ഭൂത്വാ യാസ്യസി ലാഘവം അവാച്യവാദാംശ ബഹൂൻ വദിഷ്യന്തി തവാഹിതാഃ നിന്ദന്തസ്തവ സാമർഥ്യം തതോ ദുഃഖതരം नु കിം. അർജുനന്റെ അഭിമാനത്തിനെ ഭഗവാൻ ഉപയോഗിക്കുകയാണ്. ഇപ്പോൾ അർജുനന്റെ വാനിറ്റി ഭഗവാൻ പറയാണ്, അർജുന അകീർത്തിം ചാഭിഭൂതാനി കഥയിഷ്യന്തി തേ വ്യയാം. ഭയങ്കരമായ പേരുദൂഷ്യം വരും. നാളത്തെ ഹസ്തിനാപുരം ടൈംസിൽ ഫ്രണ്ടിൽ ഫോട്ടോ വരും. അർജുനൻ പേടിച്ചു ഓടി എന്നുള്ള, അർജുനൻ പേടിച്ചോടുന്ന രഥത്തിന്റെ ഫോട്ടോ അടക്കം ദുര്യോധനം കൊടുക്കും. വേണോ? അകീർത്തിം ച വിഭൂതാനി കഥയിഷ്യന്തി തേ അവ്യയാം. തീരാത്ത അകീർത്തി വരും. ജീവിതം മുഴുവൻ ഇത് പറഞ്ഞുകൊണ്ടിരിക്കും. താൻ ഇത്ര കാലം ചെയ്ത യുദ്ധമോ, വിരാടന്റെ രാജധാനിയിൽ പശുക്കളെ എടുക്കാൻ വന്നപ്പോൾ അവരെ തോൽപ്പിച്ചതൊന്നും പുറത്തു വരികയില്ല. ദ്രൗപദിയെ ജയിക്കാനായി അസ്ത്രവിദ്യയില് പാടവം കാണിച്ചതൊന്നും പുറത്തു വരില്ല. ഇന്ന് ഈ യുദ്ധത്തിൽ നിന്ന് പിൻവാങ്ങിയാൽ ഒരാളും താൻ കരുണ കൊണ്ട് വിട്ടുപോയിരുന്നു, കൃപ കൊണ്ട് വിട്ടുപോയിരുന്നു ഒരാളും പറയില്ല. നാളെ പത്രത്തിൽ ഫ്രണ്ട് പേജിൽ ഫോട്ടോ സഹിതം വരും, ഭയാത് രണാത് ഉപരതം. ദാ പേടിച്ചിട്ട് ഓടുന്നു. എന്താ വരിക? ടൈറ്റിലും കൊടുത്തു ഭഗവാൻ, ഭയാത് രണാത് ഉപരതം. ഫ്രണ്ട് പേജിൽ വരും അത്രേ, ഫസ്റ്റ് ടൈറ്റിൽ, ക്യാപ്ഷൻ. പേടിച്ചു ഓടുന്നു. അർജുനൻ ഭയന്ന് ഓടി. കുരുക്ഷേത്ര ഭൂമി ടൈറ്റിൽ. അർജുനൻ കുരുക്ഷേത്ര ഭൂമിയിൽ പേടിച്ചോടി. ദുര്യോധനനോട് പ്രത്യേക സ്പെഷ്യൽ ഇന്റർവ്യൂ. എന്താണെന്ന് ചോദിച്ചാൽ, അവൻ പേടിത്തൊണ്ടനാണ്, ഞങ്ങൾക്ക് പണ്ടേ അറിയാം. അവൻ ആണുമല്ല പെണ്ണുമല്ല എന്ന് ബൃഹന്നള വേഷം കിട്ടിയപ്പോഴേ ഞങ്ങൾക്കറിയാം, അത്രയേ ഉള്ളൂ. ഉള്ളവനൊക്കെ ചാക്കനും പൊക്കനും ഒക്കെ പറയും, എന്നെ കണ്ടിട്ടാ അർജുനൻ പേടിച്ചോടിയതെന്ന് പറയും. അപ്പോ വേണോ? ഭയാത് രണാത് ഉപരതം മംസ്യന്തേ ത്വാം മഹാരഥാഃ. മഹാരഥന്മാരായ ഭീഷ്മർ ദ്രോണരൊക്കെ അപമാനിതരാവും. അവരൊക്കെ വിചാരിക്കും, അയ്യോ അർജുനൻ പേടിച്ചുവല്ലോ. യേഷാം ച ത്വം ബഹുമതോ ഭൂത്വ. അവരൊക്കെ ഇപ്പൊ ബഹുമാനിക്കുന്നു തന്നെ. അവരൊക്കെ തന്നെ ലാഘവം, വളരെ ലഘുവായി തുച്ഛമായിട്ട് കരുതും. വേണോ? ഭൂത്വ യാസ്യസി ലാഘവം. മാത്രമല്ല അവാച്യവാദാന്, പറയാൻ പാടില്ലാത്തതൊക്കെ പറയും. തന്നെ കുറിച്ചേ പറയാൻ പാടില്ലാത്തതൊക്കെ പറയും. അവാച്യവാദാംശ ബഹൂന് വദിഷ്യന്തി തവ അഹിതാഃ. എവിടെയാ തനിക്കൊരു പേരുദൂഷ്യം വരാൻ സമയം കിട്ടണതെന്ന് കാത്തുകൊണ്ടിരിക്കുക അവരെ. അഹിതന്മാർ, തനിക്ക് ഹിതം അല്ലാത്തത് ചെയ്യാൻ കാത്തുകൊണ്ടിരിക്കുന്നവർക്ക് ഇതൊരു ചാൻസ് ആവും. അവാച്യവാദാംശ ബഹൂന് വദിഷ്യന്തി തവ അഹിതാഃ നിന്ദന്തഃ തവ സാമർഥ്യം. തൻ്റെ സാമർഥ്യത്തിനെയൊക്കെ അവർ നിന്ദിക്കും. ഇതൊക്കെ വെറും വേഷമാണെന്ന് പറയും, വെറും പെരട്ടാണെന്ന് പറയും, ഇവൻ ഒരു കഴിവുമില്ല എന്ന് പറയും, കൈക്കൂലി കൊടുത്തിട്ട് പട്ടം വാങ്ങിച്ചതാണെന്ന് പറയും, എല്ലാം പറയും. വേണോ?
തതോ ദുഃഖതരം നുക്കും, ഇതിനേക്കാളും ദുഃഖം ഉണ്ടാക്കുന്നത് വേറെ എന്താ ഉള്ളത് അർജുന? ഇനിയിപ്പോ താൻ മരിച്ചു പോവാണെങ്കിൽ മരിച്ചുപോ, ഒന്നിൽ ജയിക്കണം അല്ലെങ്കിൽ ചാകണം. ഒരു വീരവാണിയാണ് ഭഗവാന്റെ. അവസാനത്തെ ശ്ലോകം നോക്കാം. ഇവിടുത്തെ ശ്ലോകം: ഹതോ വാ പ്രാപ്സ്യസി സ്വർഗം ജിത്വാ വാ ഭോക്ഷ്യസേ മഹീം തസ്മാദ് ഉത്തിഷ്ഠ കൗന്തേയ യുദ്ധായ കൃതനിശ്ചയഃ. ഹതോ വാ പ്രാപ്സ്യസി സ്വർഗം, ഈ യുദ്ധത്തിൽ താൻ കൊല്ലപ്പെടുകയാണെങ്കിൽ സ്വർഗത്തിലേക്ക് പോകും. ജിത്വാ വാ, ജയിക്കുകയാണെങ്കിൽ അഖണ്ഡമായ ശത്രുക്കളില്ലാത്ത രാജ്യത്തിനെ തനിക്ക് ഭുജിക്കാം. ഭോക്ഷ്യസേ മഹീം, രണ്ടായാലും പ്രവൃത്തി ചെയ്യണത് നല്ലത്. പ്രവൃത്തി ഉപേക്ഷിക്കുന്നതിനേക്കാളും തനിക്ക് കിട്ടിയിരിക്കുന്ന പ്രവൃത്തി ഏത് വിധത്തിലായാലും ചെയ്യണത് നല്ലത്. അതിൽ സക്സസ് ആവട്ടെ ഫെയിലുവർ ആവട്ടെ, രണ്ടും തനിക്ക് അനുഗ്രഹമാണ്. അതിനെ ഉപേക്ഷിച്ചു പോണതിനേക്കാളും എല്ലാം കൊണ്ടും അതിൽ ഇരിക്കുന്ന ഫെയിലുവറും നല്ലതാണ്, സക്സസും നല്ലതാണ്. ചെയ്യൂ. തസ്മാത് ഉത്തിഷ്ഠ കൗന്തേയ, എഴുന്നേക്കൂ എന്നാണ്. ഇങ്ങനെ മടി പിടിച്ച് ഞെഞ്ഞമെഞ്ഞെന്ന് ആണുമല്ല പെണ്ണുമല്ല എന്നിരിക്കാതെ എഴുന്നേക്കുക. ഉത്തിഷ്ഠ കൗന്തേയ യുദ്ധായ കൃതനിശ്ചയ, യുദ്ധത്തിനായിക്കൊണ്ട് നിശ്ചയിച്ച മതിയോടുകൂടെ ഗാണ്ഡീവം എടുക്കാം എന്ന് ഭഗവാൻ പറയണം. ഈ ശ്ലോകം വളരെ പ്രധാനം. കർമ്മഭൂമിയിലിരിക്കുന്ന ആള് ഒരിക്കലും അവസരത്തോടുകൂടെ കർമ്മം ഉപേക്ഷിച്ചു പോവരുത് എന്നാണ്. ഗീതയുടെ സിദ്ധാന്തം കർമ്മസിദ്ധാന്തമല്ല. ഗീതയുടെ സിദ്ധാന്തം ജ്ഞാനസിദ്ധാന്തമാണ്. നല്ലവണ്ണം ഓർത്തോളണം. കർമ്മസിദ്ധാന്തമല്ല. ഒരിക്കലും ഒരു ശാസ്ത്രവും കർമ്മസിദ്ധാന്തം പറ്റില്ല. പക്ഷേ ഗീത ഒരിക്കലും കർമ്മത്തിന് ഉപേക്ഷിക്കാൻ പറയില്ല. കർമ്മം ശ്രേഷ്ഠമാണെന്നുള്ളത് കൊണ്ടല്ല, പക്ഷേ കർമ്മം ഉപേക്ഷിച്ചാൽ അപകടം ഉണ്ടാവും എന്നുള്ളത് കൊണ്ട്. കർമ്മം ഉപേക്ഷിക്കാൻ ആർക്കും അർഹതയുമില്ല. കർമ്മം അവസരപ്പെട്ട് ഉപേക്ഷിച്ചാൽ വാസനകളൊന്നും പോവുകയുമില്ല. എന്തൊക്കെ ചെയ്തു തീർക്കാനുണ്ടോ അതൊക്കെ ഉള്ളിലിങ്ങനെ അബോധതലത്തിൽ ചെന്ന് വാസനാമയമായിട്ട് കിടന്ന് ഈ ജീവനെ ദുഃഖിപ്പിക്കും. അതുകൊണ്ട് കർമ്മം ശ്രേഷ്ഠം എന്നുള്ളത് കൊണ്ടല്ല, നമ്മളാരും ചെയ്തിട്ടൊന്നും ഈ ലോകത്തിലൊന്നും സംഭവിക്കാൻ പോണില്ല. അതുകൊണ്ട് ഇവിടെ എന്തെങ്കിലും ചെയ്യണം എന്നുള്ള വാദമല്ല ഗീതയിലുള്ളത്. പക്ഷേ പൂർവജന്മത്തിൽ ചെയ്യാനുള്ള ആഗ്രഹവും കർമ്മവാസനയും കൊണ്ടാണ് നമ്മളിവിടെ വന്നിരിക്കുന്നത്. ഉള്ള കർമ്മത്തിനെ ഒഴിച്ചു മാറ്റിയിട്ടില്ലെങ്കിൽ പരമസത്യം തെളിഞ്ഞു കിട്ടില്ല. അതുകൊണ്ട് കർമ്മത്തിനെ ഉപേക്ഷിക്കുന്നത് ഒന്നുകൊണ്ടും നല്ലതല്ല. എന്ത് കർമ്മമാണോ നമുക്ക് വിധിച്ച് കിട്ടിയിരിക്കുന്നത്, നമ്മളായിട്ട് കർമ്മത്തിനെ എടുത്ത് തലയിലിടണ്ട. പുതിയ കർമ്മമണ്ഡലത്തിൽ കയറി ഒരു കർമ്മത്തിനെ എടുത്ത് തലയിലിട്ടാൽ അത് അപകടം. പക്ഷേ നമുക്ക് വിധിച്ച് കിട്ടിയിരിക്കുന്ന കർമ്മം, പ്രാരബ്ധവശാൽ നിയതിവശാൽ എന്ത് കർമ്മം നമുക്ക് വിധിച്ചു കിട്ടിയിരിക്കുന്നുവോ ആ കർമ്മത്തിൽ കാമ്യമില്ലാതെ, ഞാൻ ചെയ്യണമെന്നുള്ള ഭാവമില്ലാതെ ഈശ്വരാർപ്പണ ബുദ്ധിയോടുകൂടെ അത് അനുഷ്ഠിച്ചാൽ അതിൽ സക്സസ് ആണെങ്കിലും പരാജയമാണെങ്കിലും അത് നമുക്ക് നല്ലതാണ്. അതാണ് ഈ ശ്ലോകത്തിൻ്റെ മർമ്മം. അതാണ് സ്വധർമ്മം അനുഷ്ഠിക്കുന്നത് കൊണ്ട് മരണം വന്നാൽ പോലും നല്ലതാണ് ഭഗവാൻ ഇനി പറയാൻ പോണത്. സ്വധർമ്മം അനുഷ്ഠിച്ച് എന്തൊക്കെ തന്നെ കേടുപാട് വന്നാലും ഉള്ളിൽ തൃപ്തി ഉണ്ടാവും. സ്വധർമ്മത്തിനെ ഉപേക്ഷിച്ചാൽ ഉള്ളിലുള്ള തൃപ്തിയും ശാന്തിയും മുഴുവൻ നഷ്ടപ്പെട്ടു പോകും. വാസനകൾ കട്ടി കൂടി 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 വരും മനസ്സിൽ. അതുകൊണ്ട് കർമ്മത്തിനെ അവസരപ്പെട്ട് ഉപേക്ഷിക്കരുത്. ജ്ഞാനത്തിനെ പരിശീലിച്ചുകൊണ്ട് ഞാൻ ആരാണ്, എൻ്റെ സ്വരൂപം എന്താണെന്നുള്ള വിചാരത്തിനെ വിടാതെ വാസനകളെ ഒഴിച്ചു മാറ്റാന്നുള്ള ലക്ഷ്യത്തോടുകൂടെ കർമ്മമണ്ഡലത്തിൽ വ്യവഹരിക്കുകയാണെങ്കിൽ കർമ്മം ചെയ്യുന്തോറും ഉള്ളിലുള്ള വാസനകൾ ഒഴിഞ്ഞൊഴിഞ്ഞു പോകും. പുതിയ വാസനകൾ ഉണ്ടാവില്ല. മേഘം ഒഴിഞ്ഞുപോയി ആകാശം തെളിയണ പോലെ. ഇന്നലെ വരെ ഇരുണ്ടിരുന്ന ആകാശം ഇന്ന് തെളിഞ്ഞു. എന്തുകൊണ്ട് തെളിഞ്ഞു? ഉള്ള മേഘം മഴ പെയ്തു പോയതുകൊണ്ട്. അല്ലെങ്കിലോ അങ്ങനെ നിന്നാൽ ചുടും, വേർക്കും അല്ലേ? മഴയും പെയ്യാതെ നിന്നാൽ ആ ഒരു വിമിഷ്ടം ഉണ്ടാവും. നമുക്ക് ആകെപ്പാടെ ഒരു സുഖം ഉണ്ടാവില്ല. കണ്ടിട്ടുണ്ടോ? പ്രകൃതി തന്നെ കാണാം. മേഘം കൂടി നിന്ന് മഴയും പെയ്തിട്ടില്ലെങ്കിൽ ആകെപ്പാടെ ഒരു മൂഡ് ഓഫ്, ഒരു മൂടി നിൽക്കുന്ന ക്ലൈമറ്റ് എന്ന് പറയും. ഇതുപോലെ ഒന്നിൽ മഴ പെയ്യണം, അല്ലെങ്കിൽ കാറ്റടിച്ച് മേഘത്തിനെ മാറ്റണം.
ഇത് രണ്ടും ഇല്ലാതെ ഉള്ളിൽ വാസനകൾ അങ്ങനെ കെട്ടി നിന്നാൽ ഒരു ശാന്തി ഉണ്ടാവില്ല. ഉള്ളത് ഒഴിഞ്ഞു പോകണം. ഒഴിഞ്ഞു പോകണമെങ്കിൽ പ്രവർത്തിക്കണം. പുതിയത് ഉണ്ടാവാതിരിക്കാൻ ജ്ഞാനം വേണം. അതാണ് സീക്രട്ട്. ഉള്ളത് ഒഴിഞ്ഞു പോകണം, പുതിയത് ഉണ്ടാവാതിരിക്കണമെങ്കിൽ ജ്ഞാനത്തിൻ്റെ സഹായം. രാമകൃഷ്ണ പരമഹംസരുടെ ഭാഷയിൽ പറഞ്ഞാൽ കയ്യിൽ എണ്ണ തേച്ചിട്ട് ചക്ക ആയണം, അല്ലെങ്കിൽ മുളഞ്ഞി കയ്യിലൊക്കെ ഒട്ടും. ചക്ക ആയാതിരുന്നാലോ മധുരം അനുഭവിക്കാനും പറ്റില്ല. പക്ഷേ കയ്യിൽ എണ്ണ തേക്കാതെയാണ് ചെയ്യണതെങ്കിൽ കയ്യിലും മേത്തും മീശയിലും താടിയിലും തലയിലും ഒക്കെ ഒട്ടിപ്പിടിക്കും. താടിയിലും മീശയിലും ഒക്കെ ഒട്ടിയാൽ പിന്നെ വെട്ടിക്കളയി തന്നെ വേണം, നിവൃത്തിയൊന്നുമില്ല. അപ്പോൾ കയ്യിൽ എണ്ണ തേക്കലാണ് ജ്ഞാനം. ജ്ഞാനത്തോടു കൂടെ കർമ്മമണ്ഡലത്തിൽ പ്രവർത്തിക്കുകയാണെങ്കിൽ ഒട്ടാതെ നിൽക്കാൻ പറ്റും. യഥാർത്ഥ ജ്ഞാനം വരുമ്പോൾ നമ്മളായിട്ടൊന്നും ഉപേക്ഷിക്കേണ്ട, വിട്ടുപോകും. തേങ്ങ എത്ര ചിരകിയാലും ചിരട്ടയിൽ ഒട്ടി നിൽക്കും അല്ലേ? കൊട്ടത്തേങ്ങയാണെങ്കിലോ തനിയെ മുഴുവൻ വിട്ടുവരും. കൊട്ടത്തേങ്ങ നാച്ചുറൽ പ്രോസസ്സാണ്, അതങ്ങനെ വിട്ടുവരും, ഉള്ളിന്ന് വിട്ടുവരും. ജ്ഞാനം കൊണ്ട് വിട്ടുവരുമ്പോൾ അങ്ങനെ വിട്ടുപോകും. ഉപേക്ഷിക്കുക, എന്തെങ്കിലും ഐഡിയൽ വെച്ച് പുറമേക്ക് ഉപേക്ഷിക്കുമ്പോൾ അത് ഒട്ടി നിൽക്കും. എത്ര ചിരകിയാലും ഒട്ടി നിൽക്കും. അതുപോലെയാണ് കോൺഷ്യസ് ആയിട്ടുള്ള കർമ്മസന്യാസവും ജ്ഞാനം കൊണ്ടുള്ള കർമ്മസന്യാസത്തിനുള്ള വ്യത്യാസം. ജ്ഞാനം കൊണ്ട് ഒഴിഞ്ഞു പോകുമ്പോൾ പൂർണ്ണമായി പുഷ്പിച്ച പുഷ്പമായിട്ട്, സുഗന്ധം പരത്തുന്ന പുഷ്പമായിട്ട് ആ ജീവൻ എങ്ങനെ നിൽക്കും. അതാണ് ഭഗവാൻ പറഞ്ഞത്, എന്തുകൊണ്ടും പ്രവർത്തിക്കൂ. അതിൽ പരാജയം വരട്ടെ വിജയം വരട്ടെ നോക്കണ്ട, യുദ്ധം ചെയ്യുമെന്ന്. ഈ സന്ദേശത്തോടെ നമ്മൾ ഇന്ന് നിർത്താം. നാളെ വൈകുന്നേരം വീണ്ടും അവിടെ ബ്രാഹ്മണ സമൂഹ മഠത്തിലാണ് നാളെ പ്രഭാഷണം. നാളെയും മറ്റന്നാളെ അവിടെ പ്രഭാഷണം. മറ്റന്നാളത്തോടെ സ്ഥിതപ്രജ്ഞ ലക്ഷണത്തിന് മുമ്പിൽ കൊണ്ടുവന്ന് നിർത്താം.